ബഹുമാനപ്പെട്ട നഈമി ഉസ്താദ് അവർക്ക് പിന്നെ പ്രഭാഷണത്തിന് വേണ്ടി വളരെ ഏറെ ആദരവോടുകൂടെ ക്ഷണിച്ചുകൊള്ളുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الصلاة والسلام على سيدنا وحبيبنا الأمين وعلى آله وأصحابه الغر الميامين ومن تبعهم بإحسان إلى يوم الدين. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني يا حبيب الله. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. അത്യാദരണീയരായ ഉസ്താദുമാർ, പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ശൈഖുന താജുശ്ശരിയ ഉസ്താദ് അവറുകളുടെ ഹളറത്തിൽ ഇത്തരം ഒരു പരിപാടിയിലേക്ക് ക്ഷണിക്കുമ്പോൾ രണ്ടു വിധം വിചാരങ്ങളാണ് ഉണ്ടാവുക. ഒന്ന്, ഈ സന്നിധാനത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ എങ്ങനെയാണ് നിരസിക്കുക എന്നതാണ് ഒരു വലിയ പ്രശ്നം. രണ്ടാമത്തേത്, ഈ ഒരുമിച്ച് കൂടിയവരിൽ ഉസ്താദുമായി വളരെ കുറച്ചു മാത്രം ഇടപെടാൻ അവസരം കിട്ടിയ ഒരാളാണ്. അതോടൊപ്പം ഇവിടെ എന്ത് വിഷയം പറഞ്ഞാലും അതിലേറ്റവും കുറച്ചു മാത്രം അറിയുന്ന ആളുമാണ്. അപ്പൊ ഇതിന്റെ ഇടയിൽ എങ്ങനെയാണ് എന്ന ഒരാശങ്കയിൽ ഉസ്താദിന്റെ ഹളറത്തിൽ വരിക. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖുർആൻ ഒന്ന് ഓതി കേൾപ്പിക്കണം എന്ന്. അപ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട അവിടത്തേക്ക് ഞാൻ എങ്ങനെയാണ് ഓതിത്തരാ? അപ്പോഴവിടുന്ന് പറഞ്ഞത്, എനിക്ക് കേൾക്കാൻ പൂതിയുണ്ട് എന്നാണ്. അതുപോലെ ഇവിടെ ഒരുമിച്ച് കൂടിയവരായ ഉസ്താദിന്റെ ശിഷ്യന്മാരായ വലിയ ഉസ്താദുമാർ, അവർക്ക് അങ്ങനെ ഒന്നും ശിഷ്യത്വം ലഭിക്കാത്ത ഒരാളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കേൾക്കാനൊരു പൂതി ഉണ്ടാവുമല്ലോ. ബാക്കി എല്ലാവരും പല പ്രാവശ്യവും അവരുടെ നേരിട്ടുള്ള അനുഭവങ്ങൾ പങ്കുവെച്ചവരായിരിക്കും. മഹാനായ റബീഉ ഇബ്നു ഹുസൈം റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലൗ റആക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഅഹബ്ബക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങളെ നേരിട്ട് കണ്ടിരുന്നുവെങ്കിൽ, റബീഉ റളിയല്ലാഹു അൻഹു താബിഈയാണല്ലോ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് നിങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ പ്രത്യേകം പ്രിയം വെക്കുമായിരുന്നു എന്ന്
അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. എല്ലാ സ്വഹാബികൾക്കും താബിഈങ്ങൾക്കും പുതിയ കാലത്ത് പതിപ്പുകൾ ഉണ്ടാവും. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഉസ്താദ് അവറുകളെ കുറിച്ച് ആലോചിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്നത് ഈ ഒരു ഉദ്ധരണിയാണ്. നമ്മുടെ കാലത്തുള്ള ആളുകളെ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നോക്കിയിരുന്നെങ്കിൽ ഉസ്താദിനെ കാണുമ്പോൾ അങ്ങനെ പറയുമായിരുന്നല്ലോ. താജുശ്ശരിയ ഉസ്താദ് അവറുകളുടെ ജീവിതവും നടപ്പും ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ളവർ കണ്ടാൽ നിങ്ങളുടെ ഈ നടപ്പും ശൈലിയുമെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദിയുകൾ പകർത്തിക്കൊണ്ടായിരിക്കുമല്ലോ എന്ന് പറഞ്ഞേനെ എന്നാണ് ഓർമ്മ വന്നത്. അല്ലാഹു ഉസ്താദിന്റെ പദവികൾ ഉയർത്തിക്കൊടുക്കുമാറാകട്ടെ. ഈ പറയപ്പെട്ട മഹാരഥന്മാരുടെ ആത്മാക്കളോടൊപ്പം അഅ്ലാ ഇല്ലിയീനിൽ സന്തോഷത്തോടെ സഹവസിക്കുന്നവരിൽ അല്ലാഹു ചേർത്തു കൊടുക്കട്ടെ. നമുക്കെല്ലാം അവരുടെ പിന്നിൽ എത്തിച്ചേരാനുള്ള ഒരു നിയോഗം ഈ ഹളറത്തിൽ ഒരുമിച്ച് കൂടിയത് കൊണ്ട് അല്ലാഹു തആല നൽകി ഔദാര്യം ചെയ്യട്ടെ. ഉസ്താദ് അവറുകളെ കുറിച്ച് നിങ്ങളോട് ആരോടും ഒന്നും പറയേണ്ടതില്ല. നിങ്ങളിൽ നിന്ന് കേൾക്കേണ്ടവരാണ് ഞങ്ങൾ വിദ്യാർത്ഥികൾ. ഈ സന്നിധിയിൽ വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയാന്നുള്ളതാണ് അവിടത്തേക്ക് ഏറ്റവും സന്തോഷം ഉണ്ടാവുക. അതുകൊണ്ട് അതിൽ ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് പോവുകയാണ്. സാധാരണ നമ്മൾ സ്വലാത്തിന്റെ പല വാചകങ്ങളും ചൊല്ലാറുണ്ട്. അതിൽ ഒരു സ്വലാത്താണ് അല്ലാഹുമ്മ സ്വല്ലി അലാ ദാത്തിൽ മുഹമ്മദിയ്യ. അല്ലാഹുമ്മ സ്വല്ലി അലാ ദാത്തിൽ മുഹമ്മദിയ്യത്തിൽ ലതീഫ. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളെ പറയുമ്പോൾ ശംസി സമാഇൽ അസ്റാരി വമദ്ഹരിൽ അൻവാർ വമർകസി മദാരിൽ ജലാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശേഷിപ്പിച്ച ചില വാചകങ്ങളാണ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണ് എന്ന് പല വേദിയിലും പല രൂപത്തിലും ആളുകൾ വിശേഷിപ്പിച്ചപ്പോൾ ഈ സ്വലാത്തിന്റെ വാചകങ്ങളിൽ പറഞ്ഞത് മർകസു മദാരിൽ ജലാൽ വമദ്ഹറു നൂറിൽ അൻവാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണെന്ന് ചോദിച്ചാൽ അല്ലാഹുവിന്റെ മദ്ഹറാണ്. ഖാലിഖായ അല്ലാഹുവിന്റെ മഖ്ലൂഖിലുള്ള അൽ മദ്ഹറുൽ അതമ്മാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ തഴവ ഉസ്താദ് അവർകൾ അൽ മദ്ഹറുൽ അതം എന്ന പേരിൽ ഒരു മൗലിദ് എഴുതിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ പ്രചാരം കുറവായിരിക്കും. ആ മൗലിദ് ഇങ്ങോട്ടൊന്നും ചിലപ്പോൾ എത്തിയിട്ടുണ്ടാവില്ല. നല്ല മനോഹരമായ ഒരു മൗലിദായ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അൽ മദ്ഹറുൽ അതം, ഖാലിഖാകുന്ന അല്ലാഹുവിന്റെ മദ്ഹറാണ് ഈ കാണുന്ന പ്രപഞ്ചം മുഴുവനും. അതിൽ അതമ്മായ മദ്ഹറാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏത് കാര്യമെടുത്ത് നോക്കിയാലും അങ്ങനെ ഒരു മദ്ഹറുൽ അതമ്മിനെ വായിക്കാൻ കഴിയും. وشقى له من اسمه ليجله وذو العرش محمود وهذا محمد.
അർശിന്റെ അധിപനായ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹ്മൂദാണ്. നമ്മളിലേക്ക് അല്ലാഹു തആല നിയോഗിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഹമ്മദാണ്. അല്ലാഹു എന്ന് പറയുന്നത് സിഫത്തുൽ ലിദാത്തിൽ വാജിബിൽ വുജൂദ്. അല്ലാഹുവിന്റെ ദാത്തിന്റെ പേരാണ്, ദാത്തിനുള്ള അലമാണ് അല്ലാഹ് എന്നത്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള അലമാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ നാമങ്ങൾക്ക് തന്നെ വളരെ കൗതുകകരമായ ചില ലത്വായിഫുകൾ വായിക്കാൻ കഴിയും. ഒന്ന്, ഈ രണ്ട് അക്ഷരത്തിലും പുള്ളിയുള്ള, രണ്ട് പേരുകളിലും പുള്ളിയുള്ള അക്ഷരങ്ങളില്ല. മഹാനായ ഉമറുൽ ഖാദി തങ്ങൾ പുള്ളിയില്ലാത്ത അക്ഷരങ്ങൾ കൊണ്ട് മാത്രം ഒരു കവിത എഴുതിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹിൽ ലാഹൽ ഹിലാലു ഹിലാലുൻ ലാമിഉൽ അലമി ലില്ലാഹി ദാഇൻ റസൂലുള്ളാഹി ലിൽ ഉമമി എന്നാണ് ആ വരികൾ തുടങ്ങുന്നത്. ചാലിയത്തെ കുത്തുബ്ഖാനയിൽ സവാത്തിഉൽ ഇൽഹാം എന്ന പേരിൽ പുള്ളിയില്ലാത്ത അക്ഷരങ്ങൾ കൊണ്ട് എഴുതിയ ഒരു ഖുർആൻ വ്യാഖ്യാനത്തിന്റെ ഭാഗമുണ്ട്. പേരിനും പുള്ളിയില്ല. എന്നതുപോലെ അല്ലാഹ് എന്ന നാമത്തിനും മുഹമ്മദ് എന്ന നാമത്തിനും പുള്ളിയുള്ള ഒരക്ഷരവും ഇല്ല. ഈ രണ്ട് നാമങ്ങളിലും ഏതെങ്കിലും ഒരക്ഷരം മാറ്റിവെച്ചാൽ അർത്ഥപൂർണമായ വാചകമായി അത് വീണ്ടും മാറും. എല്ലാ പേരുകൾക്കും അങ്ങനെ ഒരു വിശേഷം ഇല്ല. അല്ലാഹ് എന്ന പേരിലെ അലിഫ് നീക്കം ചെയ്താൽ ലില്ലാഹി എന്നായി. ഒരക്ഷരം കുറഞ്ഞതുകൊണ്ട് മീനിംഗ്ലെസ് ആയ ലഗവായ ഒരു ലഫ്ളായി അത് മാറുന്നില്ല. ലില്ലാഹ്. ഒരു ലാമു കൂടി നീക്കം ചെയ്താൽ ലഹു, ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. അതിനും വലിയ ഒരാശയമുള്ള ഒരു പദമായി മാറി. ആ അക്ഷരം കൂടി നീക്കം ചെയ്താൽ ഹു എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമമായി, അല്ലെങ്കിൽ ഖുൽ ഹുവല്ലാഹു അഹദ് സൂചകമായി പ്രയോഗിക്കുന്ന ളമീർ അല്ലെങ്കിൽ ആശയമുള്ള ഒരു അക്ഷരമാണത്. അതുകൊണ്ടാണ് വിക്റഹു അദിഖ്നി എന്ന് ബഹുമാനപ്പെട്ട ഉമറുൽ ഖാഹിരി തങ്ങൾ അവിടുത്തെ കവിതയിൽ പറയുന്നുണ്ട്. അഹ്മദുല്ലാഹൽ വലി സ്വല്ല അലാ ഖൈറിൻ നബി ബിസ്മി വസ്ലിം മുൻജലി യാ സയ്യിദി ഖൈറൻ നബി എന്ന് തുടങ്ങുന്ന കവിതയിൽ വിക്റഹു അദിഖ്നാ, ഹൂ എന്ന ദിക്റിനെ ഞങ്ങൾക്ക് രുചിപ്പിച്ചു തരണമേ എന്ന് ബഹുമാനപ്പെട്ടവർ പറയുന്നത് കാണാം. അതൊരു ഖാദിരിയത്തിന്റെ ബൈത്ത് കൂടിയാണല്ലോ. അപ്പൊ അല്ലാഹു എന്ന ജലാലത്തിന്റെ ഇസ്മിലെ ഒരക്ഷരം മാറ്റിവെച്ചാൽ ബാക്കിയുള്ള അക്ഷരങ്ങൾ ലഘവാവുകയല്ല, അതിന് ഒരു ആശയപൂർണമായ പദമായി മാറുകയാണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുനാമം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാമത്തിലെ മീം നീക്കിയാൽ ഹംദ്, അല്ലെങ്കിൽ ശബ്ദോടുകൂടി ഓതിയാലും മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു പദമായി വരും. ഇനി ഹാ കൂടി നീക്കം ചെയ്താൽ മുമിദ് അല്ലെങ്കിൽ മദ്, അവസാനത്തെ അക്ഷരം ദാൽ
ദാല്ലുൻ അലല്ലാഹ്, അല്ലാഹുവിലേക്ക് അറിയിക്കുന്ന ദാല്ലാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തിരുനാമവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാമവും വശഖാലഹു മീൻ ഇസ്മിഹി ലിയുജില്ലഹു എന്നത് ഒരു പ്രകടമായ ആശയത്തിൽ മാത്രം വായിക്കേണ്ടതല്ല. മദ്ഹറുൽ അതമ്മിനെ എല്ലാ വഴിയിലൂടെയും സൂചിപ്പിക്കുന്ന പ്രയോഗങ്ങളാണ്. ഇനി നമ്മൾ നോക്കിയാലോ, അല്ലാഹ് എന്ന വാചകം പറയുമ്പോൾ അല്ലെങ്കിൽ ആ ഇസ്മ പറയുമ്പോൾ പ്രത്യേകിച്ച് വികാരങ്ങളില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുണ്ട് എവിടെയും റൗണ്ടാവുകയില്ല. അതേ സമയത്ത് മുഹമ്മദ് എന്ന് പറയുമ്പോൾ നമ്മുടെ ചുണ്ട് ചുംബനം വെക്കാൻ ഒരുങ്ങുന്നത് പോലെ റൗണ്ടാകും. മുഹമ്മദുൻ അഷ്റഫുൽ അഅറാബി വൽ അജമി മുഹമ്മദുൻ ഖൈറു മൻ യംശി അലാ ഖദമി മൗലായ സല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുനാമം പറയുമ്പോൾ ചുണ്ട് ചുംബനം കൊടുക്കുന്നത് പോലെയാകും. അല്ലാഹുവിന്റെ നാമം പറയുമ്പോൾ അങ്ങനെ ഒരു ഭാവം ഇല്ല. കാരണം ലാ യുദ്രികുൽ അബ്സാറു വഹുവ യുദ്രികുൽ അബ്സാർ. അല്ലാഹുവിനെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് പ്രാപിക്കാൻ പറ്റുന്നവനല്ല. മനുഷ്യന്റെ ഏതെങ്കിലും വികാരം കൊണ്ട് പ്രാപിക്കാൻ പറ്റുന്നവനല്ല അല്ലാഹു തആല. അതുകൊണ്ട് അല്ലാഹ് എന്ന പേര് പറയുമ്പോൾ ചുംബനങ്ങളോ പ്രത്യക്ഷമായ എന്തെങ്കിലും സംഗമങ്ങളോ ഇല്ല. അപ്പൊ അല്ലാഹു ആകുന്ന രക്ഷിതാവിലേക്ക് അടുക്കാൻ എന്തു ചെയ്യണം? ചുംബനം കൊടുക്കാനും സ്വീകരിക്കാനും പറ്റുന്ന ഒരു മുഹിബിനെ, ഒരു മഹബൂബിനെ, ഒരു മഹബത്തിന്റെ കേന്ദ്രത്തെ വേണം. അതാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ ചില മഹാന്മാര് പറഞ്ഞത്, ആദ്യത്തെ മുഹമ്മദിലെ ആദ്യത്തെ മീമിന്റെ ചുംബനം അള്ളാഹുവിലേക്ക് എത്തിച്ചേരാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ സമർപ്പിക്കുന്ന ചുംബനമാണ്. രണ്ടാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ളതാണ്. കാരണം ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താണ്? ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി. നിങ്ങൾക്ക് മഹബ്ബത്ത് എന്നെ വെക്കാനുള്ള വഴി ഏതാണ്? ഒരു ഖാലിഖ് എന്ന നിലക്ക്, മാലിക് എന്ന നിലക്ക് സൃഷ്ടികളായ നിങ്ങൾക്ക് എന്നെ പ്രാപിക്കാനുള്ള ആഗ്രഹമുണ്ടാകും, എന്നെ കാണാനുള്ള പൂതി ഉണ്ടാകും, എന്നിലേക്ക് അടുക്കാനുള്ള ആഗ്രഹമുണ്ടാകും. എന്നാൽ ആ അടുക്കാനൊരു കവാടം ഞാൻ നിങ്ങൾക്ക് വെച്ചു തരികയാണ്. മിഫ്താഹു ബാബി റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ കവാടമായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വെച്ചു തന്നു. മാത്രമല്ല മദ്ഹറുൽ അതം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മദ്ഹറാണ്. അതുകൊണ്ട് റബ്ബിലേക്ക് അടുക്കാൻ നിങ്ങൾക്ക് പ്രകടമായി ലഭിക്കുന്ന വഴി ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ചില ആളുകൾ പറയും, നിസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളെ ഓർക്കാൻ പാടില്ല. ബിദ്അത്തുകാരിൽ ചിലർക്കൊരാശയുണ്ടല്ലോ, പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളെ ഓർക്കാണ്ട് എങ്ങനെ നിസ്കരിക്കുക? നിസ്കാരത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള എല്ലാ ഘട്ടങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരാതെ നിസ്കാരം ശരിയാവില്ല. കാരണം അവിടുന്ന് പറഞ്ഞു, സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി. അല്ലാഹു തആല നിസ്കരിച്ച് കാണിച്ചു തന്നിട്ടില്ല നമുക്ക്.
നിസ്കരിച്ചു കാണിച്ചെന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉള്ളൂ. അത് ഞാൻ വെറുതെ ഒരു ട്രയൽ നിങ്ങൾക്ക് തന്നു എന്ന് പറഞ്ഞിട്ട് പോയതല്ല, ഇമ്മാതിരി നിങ്ങൾ പകർത്തണം എന്ന് പറഞ്ഞിട്ടാ പോയത്. അപ്പൊ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ നമുക്ക് രണ്ട് വിചാരം വേണം. ഒന്ന്, സ്വലാത്ത മുവദ്ദിഇൻ, ഇതെന്റെ അവസാനത്തെ നിസ്കാരമായാലോ എന്നുള്ള ചിന്തയിൽ നിസ്കരിക്കണം. രണ്ടാമത്തത് എന്താ? സല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി എന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ച മാതിരി ആവാൻ പരിശ്രമിക്കണം. അപ്പൊ നിസ്കാരത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വരാതെ നിസ്കാരമില്ല. നിസ്കാരത്തിൽ നമ്മൾ കൂടുതൽ പാരായണം ചെയ്യുന്നത് ഖുർആനല്ല, ഹദീസാണ്. കൂടുതൽ കർമ്മങ്ങളും ചെയ്യുന്നത് ഖുർആനിന്റെ നസ്സ് മനസ്സിലാക്കിക്കൊണ്ടല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യ മനസ്സിലാക്കിക്കൊണ്ടാണ്. അപ്പോൾ നിസ്കാരമെന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് എത്താൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്ന ഒരു കർമ്മത്തിൽ മുങ്ങുന്നതിനാണ് നിസ്കാരം എന്ന് പറയാ. അള്ളാഹുവിലേക്കാണ് ഉസൂൽ, അള്ളാഹുവിലേക്കാണ് എത്തിച്ചേരാനുള്ളത്. അതിലേക്കുള്ള വഴി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ലയിച്ചു ചേരുക. സ്വർഗം നേരിട്ട് വാഗ്ദാനം ചെയ്ത ഹജ്ജിന്റെ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖുദൂ അന്നി മനാസിക്കക്കും, ഞാനീ പോണ മാതിരിയൊക്കെ നിങ്ങൾ പോയിക്കോളിയുന്നു. അപ്പൊ ഹജ്ജിന്റെ ഓരോ ഘട്ടത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലയിച്ചു ചേരാതെ നമുക്ക് ഹജ്ജില്ല. നിസ്കാരത്തിൽ തക്ബീറത്തുൽ ഇഹ്റാം നിർവഹിക്കുമ്പോൾ ആര് കൈ ഉയർത്തിയതുപോലെ ഉയർത്തണം, ആര് ചൊല്ലിയതുപോലെ ചൊല്ലണം, ഏതു സമയത്ത് നിയ്യത്ത് വരണമെന്ന് ആരിൽ നിന്ന് പകർന്നു. അതുകൊണ്ട് തന്നെ ഹദീസുകളിൽ നമ്മൾ നിസ്കാരം പഠിക്കുന്നത് ഒരു ഹുക്കുമായിട്ടല്ല, ഒരു ചിത്രമായിട്ടാണ്. ഫിഖ്ഹിൽ നമ്മൾ പഠിച്ചത് നിയമമായിട്ടാണ്. നിസ്കാരത്തിന്റെ ഫർദ് 14, ഷർത്ത് 5, അത് ഫിഖ്ഹിൽ പഠിച്ചത് അങ്ങനെയാണ്. ഹദീസിൽ പഠിച്ചത് എങ്ങനെയാണ്? അങ്ങനെയല്ല. ഹദീസിൽ പല കാര്യത്തിന്റെയും റുക്നുകൾ പറഞ്ഞ ഹദീസുകൾ ഉണ്ട്. എന്നാൽ നിസ്കാരത്തെ എങ്ങനെയാണ് പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നു, ഇസ്തഖ്ബലൽ ഖിബ്ല വകബ്ബറ വഖറഅ അൽ-ഫാത്തിഹ വഖറഅ അസ്-സൂറ ثم റകഅ. ആ റകഅത്തിന്റെ, ആ റുകൂഇന്റെ ദൈർഘ്യം, ആ ഖിയാമിന്റെ ദൈർഘ്യം, ആ ഖിറാഅത്തിന്റെ ദൈർഘ്യം, ആ സുജൂദിന്റെ ദൈർഘ്യം, ആ ഇരുത്തത്തിന്റെ ദൈർഘ്യം, അതിന് നരേഷൻ എന്നാണ് പറയാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിസ്കാരത്തിന്റെ ചിത്രീകരണമാണ് മുഹദ്ദിസുകളെല്ലാം നമുക്ക് പകർന്നു തന്നത്. കാരണം നമ്മൾ നിസ്കരിക്കേണ്ടത് എങ്ങനെയാണ്? 14 ഫർളും 5 ഷർത്തുമുള്ള നിസ്കാരമല്ല. അത് നമുക്ക് പഠിക്കാൻ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു പ്രസന്റേഷനാണ്. നിസ്കരിക്കേണ്ടത് എങ്ങനെയാണ്? സ്വല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി, എനിക്ക് എങ്ങനെ ആരാധിക്കണം എന്ന് മദ്ഹറായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ അല്ലാഹു ഇൽഹാർ ചെയ്തു തന്നു. അതാണ് നിസ്കാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ നമ്മൾ പഠിച്ചു. അതുകൊണ്ട് നിസ്കാരത്തിന്റെ ഫർള് എണ്ണിയപ്പോൾ മുജ്തഹിദുകൾക്ക് ഇഖ്തിലാഫ് ഉണ്ടാകും. കാരണം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ച പോലത്തെ നിസ്കാരമാകാൻ ഇത്രയും കാര്യം നിർബന്ധമായും പാലിക്കണം എന്ന് ഒരു മുജ്തഹിദ് കണ്ടു. വേറൊരു മുജ്തഹിദ് കണ്ടു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ച പോലത്തെ നിസ്കാരമാകണമെങ്കിൽ ഇങ്ങനെ ആയാൽ മതിയെന്ന്. 4 മുജ്തഹിദുകളുടെയും അല്ലെങ്കിൽ സുഫിയാനൈനിയുടെയും അതുപോലെ കഴിഞ്ഞുപോയ മുഴുവൻ മുജ്തഹിദുകളുടെയും റഹിമഹുമുല്ലാഹ് അവരുടെയൊക്കെ ലക്ഷ്യം ഒന്നേ ഉള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചതുപോലുള്ള നിസ്കാരാവണമെങ്കിൽ ഇത്ര കാര്യം നിർബന്ധമായിട്ട് നോക്കണേ, ഇത്ര കാര്യം സുന്നത്തായിട്ട് പാലിക്കണേ എന്ന് പറഞ്ഞപ്പോഴുള്ള വ്യത്യാസമാണ് മദ്ഹബുകളിൽ വന്നത്.
ലക്ഷ്യം ഒന്നാണ്. ലക്ഷ്യം ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആവിഷ്കരിച്ചു കാണിച്ചു തന്ന നിസ്കാരം പോലെ ആവണം. ഖുതുബയുടെ ഭാഷയിൽ നമുക്കുള്ള വാശി എന്താണ്? ആ ഖുതുബ 2 റക്അത്ത് നിസ്കാരത്തിന്റെ സ്ഥാനത്താണ്. നിസ്കാരമോ കമാ റഅയ്തുമൂനി ഉസല്ലി എന്നാണ്. അപ്പോൾ നിസ്കാരത്തിന്റെ ഭാഷ കണിശമായതുപോലെ ഖുതുബയ്ക്കും ഭാഷ കണിശമാണ് എന്ന് അയിമ്മത്ത് പറയാൻ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിസ്കാരം പോലെ ആവണം. ആ നിസ്കാരത്തിന്റെ സ്ഥാനത്തുള്ള ഖുതുബ അതുപോലെ ആകണം എന്നതുകൊണ്ടാണ്. ചുരുക്കി പറഞ്ഞാൽ ഇബാദത്ത് അള്ളാഹുവിനാണെങ്കിലും അതിന്റെ ആവിഷ്കാരങ്ങൾ മുഴുവനും നമുക്ക് കാണിച്ചു തന്നത് നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളിലൂടെയാണ്. ഇനി നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു തആല നാമം പകുത്തു കൊടുത്തു എന്നതിന്റെ ഒരു ചെറിയ ഭാഗമാണ് ഞാൻ പറഞ്ഞത്. ഇനി മറ്റൊരു ഭാഗം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാമകരണത്തിൽ വലിയ ആശ്ചര്യമുണ്ട്. ജമീൻ മേ ഓ മുഹമ്മദ് ഹേ वो अहमद आसमानों में, जमीन में वो मोहम्मद है, वो अहमद आसमानों में, मदीना राजधानी है, दो आलम पर हुकूमत है. പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദറത്തിൽ നിന്ന് അങ്ങനെയാണ് പറയേണ്ടത്. അങ്ങനെ ഒരു പൊന്നുവാക്ക് നമുക്ക് സമ്മാനിച്ച ഉസ്താദ് അവർകളുടെ സാന്നിധ്യത്തിലാണ് പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭൂമി ലോകത്തെ മുഹമ്മദാണ്, അവാനലോകത്തെ അഹ്മദാണ്, 2 ലോകത്തെയും നേതാവാണ്. മദീന 2 ലോകങ്ങളുടെയും തലസ്ഥാനമാണ്. ഇമാം അഹ്മദ് റിളാ ഖാൻ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വരിയാണ് ഞാൻ ഉദ്ധരിച്ചത്. അത് വേറൊരു ലോകാണ്. അപ്പോൾ ഇമാം അഹ്മദ് റിളാ ഖാൻ തങ്ങൾ സൂചിപ്പിച്ചതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസിന്റെ ഒരാവിഷ്കാരമാണ് മഹാനവറുകൾ പറഞ്ഞത്. എനിക്ക് പേരുണ്ട്, അഹ്മദ് എന്ന പേരുണ്ട്, എനിക്ക് മുഹമ്മദ് എന്ന പേരുണ്ട്, എനിക്ക് മാഹി എന്ന പേരുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അന ത്വഹ എന്ന പേരുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാമങ്ങൾ മാത്രം സമാഹരിച്ച ഒരുപാട് അഇമ്മത്തിന്റെ ഗ്രന്ഥങ്ങളുണ്ട്. ഇമാം ഹാഫിദ് സുയൂത്തി തങ്ങളുടെയും അബുൽ ഖാസിം റസാഇ തങ്ങളുടെയും ഒക്കെ ഗ്രന്ഥങ്ങളുണ്ട്. അതിന്റെ ഒക്കെ ബഹുലമായ വ്യാഖ്യാനങ്ങളുമുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അഹ്മദ് എന്ന പേര് കൊടുത്തപ്പോൾ അല്ലാഹു തആല അഹ്മദുൽ ഹാമിദീൻ, വാനലോകം മുഴുവനും ഹാമിദുകളുടെ ലോകമാണ്. മലക്കുകളുടെ പണി എന്താണ്? നമ്മളെ മാതിരിയുള്ള ആദര സമ്മേളനങ്ങളല്ല, അവർ അല്ലാഹുവിനെ ഹംദ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ വാനലോകം ഹാമിദീങ്ങളുടെ ലോകമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഹ്മദുൽ ഹാമിദീൻ, അല്ലാഹുവിനെ സ്തുതിക്കുന്നവരിൽ 1-ാം നമ്പറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മേലെ അല്ലാഹുവിനെ സ്തുതിച്ച ഒരു മലക്കുമില്ല, ഒരു നബിയും ഇല്ല. അപ്പോൾ അഹ്മദായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മേലെ അല്ലാഹുവിനെ സ്തുതിച്ച ഒരു മലക്കുമില്ല, ഒരു മനുഷ്യനും ഇല്ല, ഒരു വസ്തുവും ഇല്ല, ഒരു വ്യക്തിയും ഇല്ല. കാരണം അത്തഖാകും ബില്ലാഹി അന, അത്തഖാകും ബില്ലാഹി വഅഖ്ശാകും ബിഹി അന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ലോകത്തുള്ള ഏതെല്ലാം മുത്തഖീങ്ങളെ, ഏതെല്ലാം മുഖ്ലിസീങ്ങളെ, ഏതെല്ലാം ആളുകളെ എടുത്തു നോക്കിയാലും അവരുടെ എല്ലാം മേലെ 1-ാം നമ്പർ ഞാനാണ്.
ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. അപ്പോഴുള്ള ചോദ്യമാണ്, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും സ്ഥാനമുള്ളവർ ആരാണ്? അള്ളാഹുവിനെ ഏറ്റവും തഖ്വ ചെയ്തവരാണ്. അപ്പൊ സ്വാഭാവികമായും ഒരു ചോദ്യം ഉണ്ടാകും, അതാരാണെന്ന്. അതിനുള്ള മറുപടിയാണ് അഖ്ശാക്കും ബില്ലാഹി വ അത്ഖാക്കും ബിഹി അന, അത് ഞാൻ തന്നെയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മേലെ അള്ളാഹുവിനെ ഹംദ് ചെയ്ത ഒരടിമയും ഇല്ല, ഒരു ദാസനും ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അഹ്മദ് എന്ന പേര് ഒരർത്ഥത്തിൽ ആദ്യമുള്ള പേരാണ്. ഇതൊക്കെ അയിമത്ത് എഴുതിയിട്ടുണ്ട്. ഞാൻ ഉദ്ധരണികളിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. ഇവിടെയുള്ള ഉസ്താദുമാരൊക്കെ ഇതൊക്കെ റെഫർ ചെയ്യുന്നവർ ഞാനൊരു ഉപചാരത്തിന് വേണ്ടി വായിക്കുന്ന ആളുമാണ്. അതുകൊണ്ട് ഞാൻ ഉദ്ധരിക്കാതെ പോവുകയാണ്. മഹാന്മാരായ അയിമത്തുകൾ എഴുതിയിട്ടുണ്ട്. ഇമാമുൻ റാസി റളിയല്ലാഹു അൻഹു എഴുതുന്നുണ്ട്, ഈ രണ്ട് നാമങ്ങളുടെയും വ്യത്യാസം വളരെ മനോഹരമായി. അതുപോലെ ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി എഴുതുന്നുണ്ട്, ഫഹുവ സല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്മദ് ബിമഅനൽ മഫ്ഊലി വബിമഅനൽ ഫാഇലി ഫഹുവ അഹ്മദുൽ ഹാമിദീന ലിറബ്ബിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഹ്മദുൽ ഹാമിദീനാണ്. വ ഉമ്മത്തുഹു അൽ ഹമ്മാദൂൻ, അവിടുത്തെ സമുദായം ഹമ്മാദുകളാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അഹ്മദ് എന്ന നാമം വാനലോകത്ത് മുഴുവനും പ്രസിദ്ധി നേടിയ നാമം അതാണ്. ഈ ലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആദ്യം പരിചയപ്പെടുത്തിയ ഒരു നാമം മഹാന്മാരായ അമ്പിയാക്കൾ വന്ന് പറഞ്ഞത് അഹ്മദുൽ ഖൽഖി ലില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിചയപ്പെടുത്തിയത് ഈസ അലൈഹിസ്സലാം അടക്കമുള്ളവർ അഹ്മദ് എന്ന പേരുകൊണ്ടാണ്. അവിടെ ബഹുമാനപ്പെട്ട ഇമാം അബുൽ ഖാസിം സുഹൈലി റൗദുൽ ഉൻഫിൽ പറയുന്നുണ്ട്, അഹ്മദ് ജാഅ ഫി തൗറാത്തി വൽ ഇൻജീൽ. മുഹമ്മദ് എന്ന നാമം ജാഅ ഫിൽ ഖുർആൻ. വസ്സിർറു ഫീ ദാലിക അന്ന ഇസ്മ അഹ്മദ് ദാലുൻ അലാ അന്നഹു അഹ്മദുൽ ഖൽഖി ലിറബ്ബിഹി. فلما كان في زمن الأنبياء القبليين لم يكن موجودا بين الظاهرين ليحمد. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശാരീരികമായ ലോകത്തേക്ക് ഉദയം ചെയ്തു വരുന്നതിന് മുമ്പ് അമ്പിയാക്കന്മാരെല്ലാം പറഞ്ഞ നാമം അഹ്മദ് എന്ന നാമമാണ്. അപ്പോൾ ആദ്യം ആ പേരിനെ പറയുന്നു. ഒരർത്ഥത്തിൽ ആദ്യമുള്ള പേര് അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഹ്മദുൽ ഹാമിദീനാണ്. ഇനി ഈ ലോകത്ത് സ്തുതിക്കപ്പെടുന്ന എല്ലാ മനുഷ്യരുമുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണ്? മുഹമ്മദുൽ മഹ്മൂദീൻ. ലോകത്ത് സ്തുതിക്കപ്പെടുന്നവരിൽ വെച്ച് ഏറ്റവും ഒന്നാം നമ്പരാണ്. വാനലോകത്ത് സ്തുതിക്കുന്നവരുടെ ലോകമാണ്, അവിടെയും ഒന്നാം നമ്പരാണ്. ഈ ലോകം സ്തുതിക്കപ്പെടുന്നവരുടെ ലോകമാണ്, ഇവിടെയും ഒന്നാം നമ്പരാണ്. കൈഫ തർഖാ റുഖിയ്യകൽ അംബിയാഉ. മഹാനായ ബുസൈരി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാനലോകത്ത് കോടാന കോടി സൃഷ്ടികൾ മലക്കുകൾ മുഴുവനും അല്ലാഹുവിനെ സ്തുതിക്കുമ്പോൾ ആ ഹാമിദീങ്ങളുടെ മുഴുവനും മുമ്പിലുള്ള നേതാവ്, നമ്മുടെ നേതാവ് അഹ്മദുൽ ഹാമിദീന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. നമ്മളാണെങ്കിൽ ഈ ലോകമാണെങ്കിലോ മഹ്മൂദുകളുടെ ലോകമാണ്. ഈ മഹ്മൂദുകളുടെ ലോകത്തെ രാജാവായതുകൊണ്ടാണ് മുഹമ്മദ് എന്ന പേര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകിയത്. രണ്ട് ലോകത്തെയും നേതാവ്. ഈ രണ്ട് പേരുകളിൽ നമുക്ക് ഒരു കാര്യം കൂടി അറിയാനുണ്ട്. ഒന്ന്, അഹ്മദ് എന്ന നാമം അഹദാകുന്ന അല്ലാഹുവിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള അസ്റാറുകളുടെ പേരാണ്, അൻവാറുകളുടെ പേരാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മഖ്ലൂഖുകളുടെ ലോകത്തുള്ള സൽത്തനത്തിന്റെ പേരാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ സൃഷ്ടികളുടെയും സ്രഷ്ടാവിന്റെയും ഇടയിലുള്ള ഏറ്റവും വലിയ വസീലയാണ് അഹ്മദുൽ ഹാമിദീൻ എന്ന വാനലോകത്തെ നേതാവും മുഹമ്മദുൽ മഹ്മൂദീൻ എന്ന ഭൂമി ലോകത്തെ നേതാവുമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അൽ വസീലത്തുൽ ഉളുമാ, പ്രപഞ്ചത്തിന്റെയും പ്രപഞ്ചാധികാരിയുടെയും ഇടയിലുള്ള ഏറ്റവും ബഹുമാനപ്പെട്ട നേതാവാണ്, കവാടമാണ്. അതുകൊണ്ടാണ് ഇമാമുന ശഫഈ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നമുക്ക് എല്ലാ നിഅമത്തുകളും കിട്ടിയത്, എല്ലാ വിപത്തുകളും നീങ്ങിയത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെയാണെന്ന്. അവിടുത്തെ പ്രസിദ്ധമായ സ്വലാത്തിൽ അവിടുന്ന് വിശദമായി പറഞ്ഞിട്ടുണ്ടല്ലോ, നമുക്ക് കിട്ടിയ എല്ലാ നിഅമത്തുകളും, നമുക്ക് നീങ്ങിക്കിട്ടിയ എല്ലാ വിപത്തുകളും, ആ വിപത്തുകൾ നീങ്ങിയതും അനുഗ്രഹം കിട്ടിയതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെയാണ്. ചില ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബശരീയത്തിലേക്ക് മാത്രം നോക്കി. ഈ അഹ്മദ്, മുഹമ്മദ് എന്ന നാമങ്ങളുടെ വ്യത്യാസം വെച്ചുകൊണ്ട് അയിമ്മത്ത് തഫ്സീറുകളിലും അതുപോലെ തന്നെ അൽ മവാഹിബുൽ ലദുന്നിയയിലും റൗദുൽ ഉൻഫിലും എല്ലാം വിശദമായ നല്ല ചർച്ചകളുണ്ട്. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിലാസം, ഒരു ഭാഗത്ത് അസ്റാറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുവല്ലോ, യുത്ഇമുനി റബ്ബി, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഭാഗത്തുകൂടി എന്നെ പോറ്റുന്ന, താലോലിക്കുന്ന ഒരു ഭാഗമുണ്ട്. എന്നെ ആറ്റുനോറ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എനിക്ക് നബി അല്ലാഹു സുബ്ഹാനഹു വ തആല സവിശേഷമായി അന്നപാനീയങ്ങൾ തരുന്ന ഒരു ശഖ്സിയ്യത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ഉണ്ട്. നമ്മളുടെ മുന്നിൽ കാണുന്നത് പോലെയല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മദ്ഹറുൽ അതമ്മാണ്. അല്ലാഹുവിനെ എങ്ങനെ ആരാധിക്കണം എന്ന് അല്ലാഹു ആവിഷ്കരിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെയാണ്. അല്ലാഹുവിനെ എങ്ങനെയാണ് അറിയേണ്ടതെന്ന് പറഞ്ഞു തന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെയാണ്. എങ്ങനെയാണ് അല്ലാഹുവിലേക്ക് അടുക്കേണ്ടത് എന്ന് കാണിച്ചു തന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെയാണ്. ഇവിടെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഈ ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിലേക്ക് ശരിയായ ആശയം വരുന്നത്. ചില ആളുകൾ പറയും, ഇന്നമാ അന ബശറും മിസ്ലുക്കും യൂഹാ ഇലയ്യ. ചില ആളുകൾ പറയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുറിച്ച് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞല്ലോ, അന ബശറും മിസ്ലുക്കും, ഞാൻ നിങ്ങളെപ്പോലെ ഒരു മനുഷ്യനാണ് എന്ന്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അപ്പറഞ്ഞ ആയത്തിന്റെ പ്രാഥമികമായ ഒരാശയത്തിന്റെ ആദ്യ ഭാഗമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണ വ്യക്തിയാണെന്ന് പറഞ്ഞ ആളുകൾക്ക് മനസ്സിലായിട്ടുള്ളൂ. അതിന് നമ്മൾ കുറെ ഒന്ന് ബാക്കിലോട്ട് പോയാൽ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, ഇന്നി ഖാലിഖുൻ ബശറൻ മിൻ സൽസാലിൻ മിൻ ഹമഇൻ മസ്നൂൻ, ഞാൻ ബശറിനെ പടയ്ക്കുകയാണ്. ചെളി ഉണങ്ങി ഉണ്ടാക്കിയ കളിമണ്ണിൽ നിന്ന് ബശറിനെ പടയ്ക്കുകയാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഫൈദാ സവൈതുഹു വനഫഖ്തു ഫീഹി മിൻ റൂഹി ഫഖഉ ലഹു സാജിദീൻ, ആ മൺകട്ടയാകുന്ന ബശറിൽ എന്റെ റൂഹ് നിക്ഷേപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആ മനുഷ്യന് വേണ്ടി സുജൂദ് ചെയ്യണം. അപ്പൊ ഇബ്ലീസ് എന്താ മറുപടി പറഞ്ഞത്? ഞാൻ ബശറിനെ സുജൂദ് ചെയ്യൂല. ഖലഖതഹു മിൻ തീൻ, ഈ ഖലഖതഹു മിൻ തീൻ എന്ന ഭാഗം മാത്രമേ ഇബ്ലീസ് അംഗീകരിച്ചുള്ളൂ. വനഫഖ്തു ഫീഹി മിൻ റൂഹി, അത് കഴിഞ്ഞിട്ടാണ് അല്ലാഹു തആല സുജൂദ് ചെയ്യാൻ പറഞ്ഞത്.
ആദ്യത്തതും ബഷർ തന്നെയാണ്, രണ്ടാമത്തതും ബഷർ തന്നെയാണ്. പക്ഷേ ഈ രണ്ടാമത്തെ ബഷറിൽ റൂഹും മിനല്ലാഹി ഉണ്ട്. രണ്ടവസ്ഥയിലും ബഷറാണ്. അതുകൊണ്ടാണ് ഇന്നി ഖാലിഖുൻ ബശറൻ മിൻ സ്വൽസ്വാലിൻ മിൻ ഹമഇൻ മസ്നൂൻ, അപ്പോഴും ബഷറാണ്. പിന്നെയോ ആ ബഷറിൽ തന്നെ ഫൈദാ സവൈതുഹു വനഫഖ്തു ഫീഹി മിർ റൂഹി ഫഖഉ ലഹു സാജിദീൻ, ഞാൻ റൂഹൂദിയ മണ്ണാണ് ഈ ബഷർ. ഇത് റൂഹൂദപ്പെട്ട മണ്ണാണ് എന്ന ഖുസൂസിയത്തിനെ മാറ്റിവെച്ചുകൊണ്ടാണ് ഇബ്ലീസ് ബഷറിനെ വായിച്ചത്. അപ്പോൾ ഇബ്ലീസ് ലഈനായി. ആ റൂഹൂദിയ മണ്ണാണല്ലോ എന്ന് മനസ്സിലാക്കിയ മലക്കുകൾ മുഖറബുകളായി. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇന്നമാ അന ബശറും മിസ്ലുക്കും യൂഹാ ഇലയ്യ, ബശറും മിസ്ലുക്കും എന്ന് മനസ്സിലാക്കിയ അബൂജഹൽ അബൂലഹബ് നരകത്തിലേക്ക് പോയി. ബശറും മിസ്ലുക്കും യൂഹാ ഇലയ്യ എന്ന് മനസ്സിലാക്കിയ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ സ്വർഗത്തിലേക്ക് പോയി. ബശറും മിസ്ലുക്കും എന്ന് മാത്രം വായിച്ചവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബശരീയത്തിന്റെ ആദ്യ ഭാഗമേ മനസ്സിലാക്കിയുള്ളൂ. ബശറും മിസ്ലുക്കും യൂഹാ ഇലയ്യ, മൂഹാ ഇലൈഹിയായ ബശറിനെ വായിച്ചവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറഞ്ഞു അഫ്ളലു ഖൽഖില്ലാഹ്. അവർ സ്വഹാബികളായി, അവർ സ്വർഗസ്ഥരായി, അവർ അള്ളാഹുവിന്റെ ഇഷ്ടക്കാരായി. റളിയല്ലാഹു അൻഹും വറദൂ അൻഹു. ഇന്ന് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്ലാറ്റ്ഫോമിൽ വൈജ്ഞാനിക സേവനം ചെയ്യുന്ന നമുക്ക് ആളുകളിലേക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത് ബശറും മിസ്ലുക്കും അല്ല, മൂഹാ ഇലൈഹിയായ ബശറിനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് അൽ കാമിൽ മളഹറുൽ അതമ്മാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികൾക്ക് നൽകേണ്ട മുഴുവൻ വസ്തുക്കളുടെയും അതമ്മായ മളഹറാണ്. അതുകൊണ്ടാണ് അവിടുന്ന് ഹജ്ജത്തുൽ വദാഇൽ പറഞ്ഞത് അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമതി. അമ്പിയാക്കന്മാര് മുഴുവനും അള്ളാഹുവിന്റെ ശരീഅത്തിന്റെ മദ്ഹറുകളായിരുന്നു. പക്ഷേ അതിന്റെ അതമ്മായ മദ്ഹർ ഞാനാണ്. വ അത്മംതു അലൈക്കും നിഅമതി. ഞാനാണ് ആ ശരീഅത്തിനെ സമ്പൂർണമാക്കി തരുന്ന ആൾ. അതുകൊണ്ട് മദ്ഹറുൽ അതമ്മായി. ബാക്കി എല്ലാ അമ്പിയാക്കന്മാരും ബാക്കി വെച്ചിട്ട് പോയി. ഞങ്ങൾ പറഞ്ഞു തീർന്നിട്ടില്ല, ഇനിയും പറയാനുണ്ട്. പക്ഷേ ഞങ്ങൾ പറഞ്ഞു തീർക്കാൻ വന്നവരല്ല, പറഞ്ഞു പൂർത്തീകരിക്കേണ്ടയാൾ വരും. അങ്ങനെ പറയാവൂ എന്ന ഉടമ്പടി എടുക്കാതെ ഒരു നബിയെയും അയച്ചില്ല. എല്ലാ നബിമാരെയും അയച്ചപ്പോൾ പറഞ്ഞു ഞങ്ങൾ തന്നെ നിങ്ങൾക്ക് തികഞ്ഞ ശരീഅത്ത് തരും എന്ന് പറയാൻ പാടില്ല എന്നാ. എല്ലാ നബിമാരോടും അല്ലാഹു തആല വഇദ് അഖദ്നാ മീസാഖൻ നബിയ്യീന, എല്ലാ നബിമാരോടും ഉടമ്പടി എടുത്തു. നിങ്ങൾ ജനങ്ങളെ കണ്ടുമുട്ടുമ്പോൾ നിങ്ങൾ പറയേണ്ടത് ഞങ്ങൾ കുറച്ചു കാര്യം പറയാൻ വന്നവരാണ്, പൂർണ്ണമായ കാര്യം പറയേണ്ട ആൾ വരുമെന്ന് പറയാതെ പോവരുത്. ആ ഉടമ്പടി ഒപ്പുവെച്ച നബിയെ അല്ലാഹു തആല നിയോഗിച്ചുള്ളൂ. അതുകൊണ്ട് എല്ലാ നബിമാരുടെയും പ്രധാനപ്പെട്ട ഒരു ദൗത്യം ഞങ്ങൾ അള്ളാഹുവിൽ നിന്നുള്ള ശരീഅത്തിനെ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നു. പക്ഷേ ഇത് പൂർത്തിയായിട്ടില്ല.
അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലൗ കാന മൂസാ ഹയ്യൻ ലമാ വസിഅഹു ഇല്ല ഇത്തിബാഇ. മൂസാ നബി അലൈഹിസ്സലാം ഇന്ന് ജീവിച്ചിരുന്നാൽ മൂസാ നബി കൊണ്ടുവന്ന ശരീഅത്ത് പൂർത്തിയാവാത്ത ശരീഅത്തായിരുന്നു. അതുകൊണ്ട് പൂർത്തിയായ ശരീഅത്തിന്റെ കൂടെ കൂടിയേ പറ്റൂ. ഈസാ നബി അലൈഹിസ്സലാം ഇനി വരും. മഹാനായ ഈസാ അലൈഹിസ്സലാം പ്രബോധനം ചെയ്തപ്പോൾ പ്രബോധനം ചെയ്തത് പൂർണ്ണമായ ശരീഅത്തല്ല, സമ്പൂർണമല്ലാത്ത ഒരു ശരീഅത്താണ്. അതുകൊണ്ട് ഇനി ഈസാ അലൈഹിസ്സലാം വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീഅത്ത് അംഗീകരിക്കും. കാരണം താമ്മും കാമിലും ആയ ശരീഅത്ത് ഇവിടെ വന്നു കഴിഞ്ഞു. അതമ്മും അക്മലുമായ ശരീഅത്ത് ഇവിടെ വന്നു കഴിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തിന് കൊടുക്കാനുള്ള എല്ലാ അനുഗ്രഹത്തിന്റെയും ഫിനിഷിംഗ് ആയി സമ്പൂർണമായത് കൊടുക്കാൻ വന്നയാളാണ്. ഇനി നമ്മൾ വായിക്കാൻ തുടങ്ങിയാല് അവിടുത്തെ ഖുലുഖും അവിടുത്തെ ശമായിലും അവിടുത്തെ ഖസായിസും അവിടുത്തെ ദലായിലും എല്ലാം പഠിച്ചു നോക്കിയാൽ ഈ ഒരു അതമ്മായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വായിക്കാൻ കഴിയും. ഇന്നക ലഅലാ ഖുലുഖിൻ അദീം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോളം മികച്ച സ്വഭാവമുള്ള ഒരു വ്യക്തിയും അല്ലാഹുവിന്റെ മഖ്ലൂഖിലില്ല. കാരണം ഖുലുഖുൻ ഹസനിന്റെ മദ്ഹറുൽ അതമ്മാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നീതിപൂർവമായ ഒരു ശരീഅത്തിന്റെ സമ്പൂർണമായ അവതരണമാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അവിടുത്തെ ശമായിൽ വായിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇരിപ്പെങ്ങനെ, നടപ്പെങ്ങനെ, കിടപ്പെങ്ങനെ, ഓരോരോ ഭാവങ്ങളും വായിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോളം ഭംഗിയുള്ള മുഖമുള്ള ഒരാളെ അല്ലാഹു ലോകത്ത് പടച്ചിട്ടില്ല. അതമ്മായ മദ്ഹറുൽ ഹുസ്ൻ ആരാണ്? സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സംശയവും വേണ്ട. അല്ലാഹു തആല ഐനുൽ ജമാൽ, സൗന്ദര്യത്തിന്റെ ഐന് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുത്തു. ഇനി അതിനപ്പുറത്തൊരു സൗന്ദര്യം ഇല്ല. ഇനി അതിനപ്പുറത്തൊരു സൗന്ദര്യം ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖുലുഖിന് അപ്പുറം മനോഹരമായ ഒരു ഖുലുഖ് ലോകത്തൊരാൾക്കും അല്ലാഹു കൊടുത്തിട്ടില്ല. കാരണം എന്താ? അതുകൊണ്ടാണ് ഇബ്രാഹിമുൽ ലഖാനി തങ്ങൾ വഅഫ്ളലുൽ ഖൽഖി അലൽ ഇത്ലാഖി എന്ന് പ്രയോഗിച്ചിട്ടുണ്ടാവുക. വഅഫ്ളലുൽ ഖൽഖി അലൽ ഇത്ലാഖി നബിയുനാ ഫമിൽ അനിശ്ശഖാഖി. വെറുതെ വർത്താനം പറയാൻ നിൽക്കണ്ടാന്ന്, അതന്നെ ഉള്ളൂ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ അർത്ഥത്തിലും അക്മലും അജ്മലും അതമ്മുമാണ്. ഇത് ഉൾക്കൊള്ളുമ്പോഴാണ് بشرى لنا معشر الإسلام إن لنا من العناية ركنا غير منهدم مولاي لم دائما أبدا على حبيبك خير الخلق كلهم. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് തന്നേച്ചു പോയത് മുഴുവനും സമ്പൂർണതയുടെ പര്യായമാണ്. നമ്മുടെ കയ്യിലുള്ള ശരീഅത്ത് അതിനേക്കാൾ പരിപൂർണമായ ഒരു ശരീഅത്ത് ഒരു കാലത്തും ഒരു ജനതയ്ക്കും കിട്ടിയിട്ടില്ല. നമ്മുടെ കയ്യിലുള്ള മാതിരി സമ്പൂർണമായ ഒരു ശരീഅത്ത് ഒരു കാലത്തും ഒരു ജനതയ്ക്കും കിട്ടിയിട്ടില്ല. ഇനി അങ്ങോട്ടങ്ങോട്ട് എല്ലാ കാര്യങ്ങളും അങ്ങനെ ചേർത്ത് വായിക്കുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള ആലോചന
പഠനം, അന്വേഷണം തുടങ്ങാനാവുക. ശമാഇൽ വായിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്ത് ഇങ്ങനെ പല രൂപത്തിൽ അവതരിപ്പിച്ചു കാണും. ശമാഇലിന്റെ ആകത്തുക എന്താ? ഞങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയാൻ പറ്റൂല എന്നാണ്. കാരണം എന്താ? ശമാഇൽ തുർമുദിയിൽ തന്നെ പറയുമ്പോൾ പല വാചകങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അസ്ഹറുൽ ലൗന എന്ന് പറഞ്ഞിട്ടുണ്ട്, അഹ്മറിനോട് ലയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, ലൈസ കാസിദൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ അപ്പൊ പറയണ്ടേന്ന് അറിയാൻ പറ്റാത്തതിന്റെ ഒരു ആവിഷ്കാരമാണ്. ശമായിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജമാല് മുഴുവനും പറയണത് വെച്ച് നോക്കിയാൽ ആ ജമാലിന്റെ മുമ്പിൽ റുവാത്തുകൾ മുഴുവനും തഹയ്യുറായി പോയി എന്നാണ് അതിന്റെ അർത്ഥം. അവരുടെ അൽഫാദുകൾ മുഴുവനും നോക്കിയാൽ അങ്ങനെയാ മനസ്സിലാവുക. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹമ്മദീയത്തിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ വായിക്കുന്നത്. അതിന്റെ സിർ അഹ്മദീയത്തിൽ കിടക്കുകയാണ്. അഹ്മദീയത്തിന്റെ മുഴുവനും രഹസ്യം അഹദാകുന്ന അള്ളാഹുവിൽ ചേർന്ന് നിൽക്കുന്നതാണ്. അതുകൊണ്ടാണ് അഹ്മദുൽ ഖാൻ തങ്ങൾ പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇങ്ങനെ മീമിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അഹദിലേക്ക് കൂട്ടി വായിക്കുമ്പോഴാണ് അഹ്മദീയത്തിനെ മനസ്സിലാവുക എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങളെ ഒരു മീമായി കാണുമ്പോൾ അഹദിലേക്ക് മീമാകുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂട്ടി വായിക്കുമ്പോഴാണ് അഹ്മദീയത്തിലേക്ക് നമ്മൾ എത്തുക. അത് അഹദീയത്താകുന്ന അല്ലാഹു ആകുന്ന ഖാലിഖിൽ നിന്ന് പഠിച്ചു തുടങ്ങണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹഖീഖത്ത് അല്ലാഹുവിനല്ലാതെ പൂർണ്ണമായും അറിയില്ല. അതിനെ സാധാരണയായി നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ ഇത്രയും പറഞ്ഞത് മഹാന്മാരായ അയിമ്മത്ത് ആത്മീയമായ ചില ആലോചനയിലൂടെ പറഞ്ഞതാ. ഇനി നമ്മൾ സാധാരണ ഒരു ചരിത്ര പഠനം നടത്തുന്ന ഒരാളുടെ മാനദണ്ഡത്തിൽ ഒന്ന് വായിച്ചു നോക്കേ. 10 കൊല്ലം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്? 10 കൊല്ലം കൊണ്ട് ഖവാനീനു ശരീഅ മുഴുവനും ഉണ്ടായി. നോമ്പും സക്കാത്തും ഹജ്ജും ഫറായിദും ഇക്കാണുന്ന മുഴുവൻ ഫിഖ്ഹുകളും ഉണ്ടായത് അതിന്റെ മുഅ്ളമായ ഭാഗം അയ്യാമു ഖവാനീനിൽ ഹലാലി വൽ ഹറാം. ആ തശ്രീഉൽ ഇസ്ലാമിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം മദനി ജീവിതമാണ്. അതിനു മുമ്പ് അള്ളാഹുവിന്റെ തൗഹീദിലേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്തിലേക്കും ക്ഷണിക്കുക, മഹബ്ബത്തിനെ ഊട്ടിക്കൊടുക്കുക എന്നതാണ് 13 കൊല്ലത്തെ പ്രധാനപ്പെട്ട പണി. 10 കൊല്ലത്തെ ഒരു ഭാഗത്തെ പണി എന്താ? മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങളുടെ ഒരു ഭാഗത്തെ അത്തശ്രീഉൽ ഇസ്ലാമി, ശറഇന്റെ വിധിവിലക്കുകൾ അവസാന കാലം വരെയുള്ള മുഴുവൻ മനുഷ്യർക്കും ആവശ്യമായ മുഴുവൻ നിയമങ്ങളുടെയും അടിസ്ഥാനം ഈ 10 കൊല്ലത്തിലുണ്ടായി. അത് നല്ലതുപോലെ ഒന്ന് മനസ്സിലാവണമെങ്കിൽ ഹജ്ജത്തുൽ വദാ വായിച്ചാൽ മതിയാവും. കാരണം എന്താ? ഒരു ഹജ്ജ് കൊണ്ട് ഖിയാമത്ത് നാൾ വരെയുള്ള ഏത് ഹാജിക്കുള്ള ചോദ്യത്തിന് മറുപടി ഉണ്ടാവും. അതിങ്ങനെ വായിക്കാൻ നോക്കുമ്പോണ്ടല്ലോ കൗതുകം തോന്നും. ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് നിസ്കാരം പറ്റാത്ത ദിവസങ്ങൾ വന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ വാദി അഖീഖിൽ വെച്ച് പ്രസവിച്ചു. മദീനത്തുനിന്ന് ഹജ്ജിന്റെ യാത്ര തുടങ്ങി ദുൽഹുലൈഫയിലെത്തി. അവിടെ മരച്ചുവട്ടിൽ എത്തി വിശ്രമിക്കുമ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ പ്രസവിച്ചു. ഇവിടെ വന്നപ്പോ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് പീരീഡായി. അതിനിടയിൽ ഓരോ സ്വഹാബത്തിന്റെയും വ്യത്യസ്ത അവസ്ഥകൾ. ഇതെല്ലാം ഒറ്റ ഹജ്ജിലങ്ങുണ്ടായി. ഒരൊറ്റ ഹജ്ജിലങ്ങുണ്ടായി. ആ ഹജ്ജത്തുൽ വദാഇൽ ഒരുപാട് അയിമ്മത്തെ ഹജ്ജത്തുൽ വദാഇനെ കുറിച്ച് സ്വതന്ത്രമായി ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. അതില് ദുൽഹുലൈഫയിൽ നിൽക്കുമ്പോൾ അവിടുത്തെ അനുഭവങ്ങളുടെ റിവായാത്തുകൾ വായിക്കുമ്പോ തന്നെ
അജബുൻ അജീബ്. ഇത്രയും എല്ലാ നമ്മളിപ്പോ ലൈഫിൽ ഇറങ്ങി എന്താ ചെയ്യാ? ഒന്ന് പോയി കുളിച്ച് കുപ്പായം മാറ്റി ഇഹ്റാം ചെയ്ത് നബീത്തുൽ ഹജ്ജ വഹറംതു ബിഹി ലില്ലാഹി തആല എന്ന് പറഞ്ഞു പോയി. ഈ ഒരു സമയത്തിനുള്ളിൽ ഖിയാമത്ത് നാൾ വരെ ദുൽഹുലൈഫയിലോ ഹജ്ജുമായി ബന്ധപ്പെട്ടോ ഇഹ്റാമിലോ തഹല്ലുലിലോ വരാകുമെന്ന ഒരുപാട് മസ്അലകൾ ഒരുമിച്ചുണ്ടായതായി നമുക്ക് വായിക്കാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകെ ചെയ്തത് ഖവാനീനു ശരിയയിലെ ഹലാലും ഹറാമും പറയുക മാത്രമല്ല, മറുഭാഗത്ത് മദീനയെ ഒരു സംരക്ഷിത ദേശമായി നിലനിർത്താനുള്ള നയതന്ത്രം. അതിനിടയിലൂടെ ബദർ, ഉഹദ്, ഖന്തഖ് പോലെയുള്ള ഒരുപാട് പോരാട്ടങ്ങൾ, സായുധ പോരാട്ടങ്ങൾ, അതിന്റെ എത്രയോ ഇരട്ടി സരീയത്തുകൾ, അൽ ഗസവാത്തു വസ്സറായ, അത് മുഴുവനും വായിച്ചാ വിചാരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ 10 കൊല്ലവും ഒരു സൈനിക മേധാവി മാത്രമായിരുന്നു എന്ന് തോന്നും. എന്നാലും മതിയാവാത്തതാണ് ഗസവത്ത് വസ്സരിയത്ത് വായിച്ചാൽ. ഇതിനോടൊപ്പം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്താരാഷ്ട്ര ബന്ധങ്ങൾ, ഓരോ രാജ്യത്തുമുള്ള ആളുകൾക്ക് കത്ത്, അതിന് മറുപടി ശരിയായില്ലെങ്കിൽ അതിനുള്ള സമീപനങ്ങൾ, ഇതെല്ലാം നടത്തി ലോകത്തെ മുഴുവനും അഭിസംബോധന ചെയ്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനിടയിൽ എല്ലാ റമദാനിലും ഇഅ്തികാഫിരുന്നു. അതിനിടയിൽ എല്ലാ രാത്രിയിലും സുലുസുൽ ലൈലിൽ നിന്ന് നിസ്കരിച്ചു. അതിനിടയിൽ സൗജാത്തുൻ നബിയുടെ വീടുകളിൽ എത്തി, അവരോടൊപ്പം തമാശ പറഞ്ഞു, പായസം കുടിച്ചു. ആയിഷ ഉമ്മക്ക് കടിച്ച ഭക്ഷണത്തിന്റെ ബാക്കി കൊടുത്തു. കളി കാണാൻ പൂതിയായപ്പോ കാണാൻ പറ്റുന്ന കളി കാണിച്ചു കൊടുത്തു. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 10 കൊല്ലം നമ്മൾ വായിച്ചാൽ, പടച്ചോനെ ഇതെങ്ങനെയാ സാധിച്ചത്? വായിച്ചു തീരാത്ത ഒരു സീറയുടെ ലോകമാണ് 10 കൊല്ലത്തെ മദനി ലൈഫ്, മദീനയിലെ ജീവിതം. അതിനിടയിലൂടെ ലോകത്തുള്ള മുഴുവൻ സഖ്യകക്ഷികളും കൂടി മദീനയെ ഉപരോധിച്ചു. മദീനയിലേക്ക് നേരിട്ട് ഒരു സൈനിക ആക്രമണം ഉണ്ടായില്ല. പക്ഷേ എല്ലാ കക്ഷികളും ഒരുമിച്ചുകൂടി അൽ അഹ്സാബ് യുദ്ധം, സഖ്യകക്ഷികളുടെ സമരം, ഉപരോധം. അതിങ്ങനെ വായിക്കുമ്പോ തോന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലുള്ള സ്വഹാബത്തും ലോകത്തെവിടേക്കും പോകാൻ പറ്റാതെ ചുറ്റുവട്ടും ഉപരോധിക്കപ്പെട്ടിരിക്കുകയാണ്. എങ്ങോട്ടും പോകാൻ പറ്റൂല. എവിടേക്കാ പോകാൻ പറ്റൂല. ആ ഉപരോധത്തിന്റെ കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിനു നൽകിയ ഒരുപാട് നയതന്ത്രങ്ങളുടെ അനുഭവങ്ങളാണ്. അതിനിടയിൽ ലോകപ്രസിദ്ധമായ ഒരു ഉടമ്പടി ഹുദൈബിയ, അതിനിടയിൽ ലോകത്തെ മുഴുവനും അത്ഭുതപ്പെടുത്തിയ വിക്ടറി ഓഫ് മക്ക, മക്ക വിജയം. കാരണം മുൻകഴിഞ്ഞുപോയ അമ്പിയാക്കന്മാര് മുഴുവനും എടുത്ത وَكُلُّهُمْ مِنْ رَسُولِ اللَّهِ مُلْتَمِسُ عُرْفًا مِنَ الْبَحْرِ أَوْ رَشْفًا مِنَ الدِّيَمِ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിലുണ്ടായിരുന്ന നയതന്ത്രങ്ങളുടെയും ഹിക്മത്തുകളുടെയും അവിടുത്തെ ശരീഅത്തിന്റെ അഹ്കാമുകളുടെയും നുള്ളുകൾ എടുത്തുകൊണ്ടുപോയിട്ടാണ് മൂസാ നബിയും ഈസാ നബിയും എല്ലാ നബിമാരും അവരവരുടെ കാലത്ത് വേണ്ടതൊക്കെ ചെയ്തത്. എല്ലാം ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. മൂസവിയായ മുഅ്ജിസത്ത്, ഇബ്രാഹിമിയായ മുഅ്ജിസത്ത്, ഈസവിയായ മുഅ്ജിസത്ത്, ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് കഴിഞ്ഞുപോയി. കാരണം ഇതിന്റെ എല്ലാം സമ്പൂർണമായ ശുമൂലിയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലുണ്ട്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എവിടുന്ന് വായിക്കും? നമ്മൾ എങ്ങനെ വായിച്ചു തുടങ്ങും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശമായിലുകൾ വായിച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാലിച്ച പേഴ്സണൽ ഡിസിപ്ലിൻ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. വസ്ത്രം വെരി നീറ്റ് ആൻഡ് ക്ലീൻ, എപ്പോഴും സുഗന്ധം. നമ്മൾ അത്ര തേക്കണോലായാലും
സാധാരണ അത്തർ ഉപയോഗിക്കണതിന് തിരക്കിട്ടിറങ്ങുമ്പോൾ ചിലപ്പോൾ അത്തർ കേൾക്കൂല. വീട്ടിൽ കല്യാണം ആകുമ്പോൾ ചിലപ്പോൾ കുപ്പായൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി ഡിസോർഡർ ആവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ജമാലിയത്തിന്റെ തികവില്ലാതെ ഒരാൾക്കും കാണാൻ പറ്റില്ല. അവിടുത്തെ പേഴ്സണൽ ഡിസിപ്ലിനിൽ ഒരു കുറവും പറയാനില്ല, ഒരിടവും ഒരിക്കലും വന്നില്ല. ഇതെല്ലാം കൂടി എങ്ങനെ ഈ 10 കൊല്ലം കൊണ്ട് ലോകത്തിന് പ്രദർശിപ്പിച്ചത്? അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഞാൻ തൃപ്തിപ്പെട്ട് ഫുള്ള് കൊടുത്തുവിട്ട ആളാകുന്നു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതിന്റെ മുഴുവനും തികവാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മൾ ഓരോരുത്തരും ഇനിയും 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 വായിച്ചാൽ അവിടുന്ന് പറഞ്ഞുവല്ലോ, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തല്ലോ, വല്ലാഹു ഹുവൽ മുഅതി വഅനൽ ഖാസിമു. ഞാൻ ഇനി നീട്ടി പറയണില്ല, ഉദ്ദേശിച്ചതിൻ്റെ ഒരു ആമുഖം ആയിട്ടേ ഉണ്ടാവുള്ളൂ. ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും ഒരു തുടക്കം, ഒരാലോചനയുടെ തുടക്കം. എല്ലാവരും വലിയ വലിയ ഉസ്താദുമാരും വലിയ കാര്യങ്ങൾ എല്ലാവർക്കും പങ്കുവെച്ചു കൊടുക്കുന്നവരുമാണ്. ഈ സദസ്സിൽ ഒരാളിങ്ങനെ ശബ്ദത്തിൽ പറയാന്ന അർത്ഥത്തിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാത്തിലും അദ്ഹറുൽ അത്തമാകുമ്പോൾ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്കൊന്ന് പോവാനോ തങ്ങൾ നബി നമ്മുടെ അടുത്തേക്കൊന്ന് വരാനോ ഉള്ളൊരു ചാനൽ എന്താ? ഞാൻ ചോദിച്ചത് മനസ്സിലായോ? ഏറ്റവും ടോപ്പാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ കാര്യത്തിലും. അപ്പോൾ ദുആഫാക്കളായ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്കൊന്ന് പോവാനോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ ഒന്ന് നോക്കാനോ ഒരു വഴിയുമില്ല. കാരണം ഒരു ടോപ്പ് നിയമജ്ഞനായ ഒരാളെ കാണണമെങ്കിൽ എത്ര പണിയാ? ആർക്കാ കാണാൻ പറ്റുക? ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് നിയമജ്ഞനെ ആർക്കാ കാണാൻ പറ്റുക? ഇന്ത്യയിലെ ടോപ്പ് ഭരണാധികാരിയെ ആർക്കാ കാണാൻ പറ്റുക?
ആ ലിമിറ്റഡ് സർക്കിലുള്ള ആളുകൾക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ രംഗത്തെയും ടോപ്പാണ്. ഇനി കേവലം സൗന്ദര്യത്തിന്റെ പേരിൽ മാത്രം ടോപ്പിലുള്ള സ്റ്റാർ ആയി കഴിഞ്ഞാൽ പിന്നെ അയാളെ നമുക്ക് കാണാൻ പറ്റും. അയാളും പിന്നെ സ്റ്റാറായി, ഡിമാൻഡായി. അയാളൊരു പേന വെക്കണമെങ്കിൽ വേണം കോടിക്കണക്കിന് റുപ്യ വേണം. ഒരു കമ്പനി ഇറക്കിയിട്ട് പേന കീശയിൽ വെക്കണമെങ്കിൽ കോടിക്കണക്കിന് റുപ്യ കൊടുത്താലാണ് ഒരു കമ്പനിയുടെ പേന വെക്കുക. ആ കമ്പനിയുടെ പരസ്യം കിട്ടും. അപ്പൊ ഏത് മേഖലയിലും അത്തമ്മായ, അക്മലായ, അജ്മലായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമുക്ക് പ്രാപിക്കാനോ തങ്ങള് നമ്മളെ ഒന്ന് നോക്കാനോ ഉള്ള ഒരു കുറുക്കു വഴിയുണ്ടോന്ന്. അതാണ് മഹബ്ബത്തു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ നിയമത്തെയും തോൽപ്പിക്കുന്ന ഒരു മരുന്നാണ് സ്നേഹം. ചിലപ്പോൾ വലിയ ഉസ്താമാര് പറയല്ലോ, ഒരു പാവപ്പെട്ട ഒരു കച്ചവടക്കാരൻ, മിഠായി കച്ചവടക്കാരൻ വരുന്നു, അയാളെങ്ങനെ കയറ്റിവിടും, അയാളെ നമ്മളൊരു ഇഷ്ടക്കാരനാണ്. ആ ഉസ്താദിന്റെ ഇൽമിലോ സ്ഥാനത്തിലോ സംഘടനാ സ്ഥാനത്തിലോ ഒന്നും ഒരു സ്ഥലത്തും നമുക്കൊരിക്കലും പ്രതീക്ഷിക്കാനില്ലാത്തൊരു സാധാരണക്കാരനായിരിക്കും. മൂപ്പർ നമ്മളൊരു ഇഷ്ടം വെക്കുന്ന ആളെങ്ങ് വരണോട്ടെ. ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു വീട്ടിൽ നമ്മളെ നേതാവ് ഇറങ്ങും. എന്താ, എനിക്ക് അയാളോട് വലിയ ഇഷ്ടമാണ്, അതുകൊണ്ട് ഇറങ്ങിയതാ. അപ്പൊ ഈ മഹബത്ത് എന്ന് പറയുന്നത് എല്ലാ സ്ഥാനമാനങ്ങൾക്കും അപ്പുറം പ്രാപിക്കാനുള്ള ഒരു വഴിയാണ്, പിടിച്ചു കിട്ടാനുള്ള ഒരു വഴിയാണ്. അതുകൊണ്ടാണ് അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുൻ റഹീം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ ഔസാഫുകൾ ഇല്ലെങ്കിൽ അവിടുന്ന് നമ്മളെ നോക്കേണ്ട ആവശ്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പൊ നമ്മളെ നോക്കേണ്ട ആവശ്യമില്ല, ഒരാവശ്യമില്ല. സിദ്ദീഖ് തങ്ങളെ പോലും മര്യാദക്ക് നോക്കാൻ കഴിയണില്ല എന്നാ പറഞ്ഞത്. ലൗ കുന്തു മുത്തഖിദൻ ഖലീലൻ ലത്തഖൽതു അബൂബക്കറിൻ ഖലീല സാഹിബുക്കും ഖലീലുല്ലാഹ്. എനിക്ക് എന്റെ സിദ്ദീഖിനെ തന്നെ മര്യാദക്ക് സ്നേഹിക്കാൻ പറ്റണില്ല. റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിൽ ഫാനിയായ ഏറ്റവും വലിയ മഹബ്ബത്തിന്റെ കേന്ദ്രം അല്ലാഹുവിനെ ഇഷ്ടം വെച്ചപ്പോൾ അല്ലാഹു തആല നമുക്ക് വേണ്ടി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ വെച്ചുകൊടുത്ത ഒരു ഔദാര്യത്തിന്റെ വഴിയാണ് റഊഫുൻ റഹീം. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഇസ്മുകൾ കൊണ്ട് തന്നെ ഇസ്മു കൊടുത്തത്. കാരണം എന്താ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൽ ലയിച്ചു പോയവരാ. മഖ്ലൂക്കുകളെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. അത് അവഗണനയല്ല, നോക്കാൻ പറ്റാത്ത വിധം അള്ളാഹുവിൽ ലയിച്ചു പോയി. അപ്പൊ അള്ളാഹു അവന്റെ സിഫത്തിൽ നിന്ന് രണ്ട് സിഫത്ത് കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് റഅഫത്തും റഹ്മത്തും. അപ്പോൾ നമ്മളിലേക്ക് നോക്കാൻ ഒരു വഴിയാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെച്ചു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൽ ലയിച്ചു നിൽക്കുമ്പോൾ എന്റെ അടിമകൾ, അവിടുത്തെ ഉമ്മത്തിനെ ഒന്ന് നോക്കിക്കോണേ, ബിൽ മുഅ്മിനീന റഊഫുൻ റഹീം. എന്നിട്ട് നമ്മളോട് പറഞ്ഞു, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി. എന്നെ നിങ്ങൾക്ക് പ്രാപിക്കാൻ ഒരു നിയമം കൊണ്ട് സാധ്യമല്ല. ഒരു നിയമജ്ഞനെ സമീപിക്കുന്ന അർത്ഥത്തിൽ എന്നെ കാണാൻ വന്നാൽ അള്ളാഹു എന്നെ അതമ്മുൽ മർത്തബയിൽ എത്തിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ അടുത്തേക്ക് വരാൻ കഴിയൂല. ഒരു നബിയെ ഉമ്മത്തിന് കാണാവുന്ന മാനദണ്ഡം വെച്ചാൽ തന്നെ ആരാണ്? ഖൽഖ് സേ ഔലിയാ, ഔലിയാ സേ റസൂൽ, റസൂലോ സേ അലാ ഹമാരാ നബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അമ്പിയാക്കളുടെ രാജാവാണ്. അമ്പിയാക്കളുടെ രാജാവിന് അമ്പിയാക്കൾ എടുക്കുന്ന തന്നെ കഴിച്ചിലാവാൻ പറ്റൂല.
ഇപ്പൊ ഇവിടെ വന്നാൽ ഉസ്താദിന്റെ ശിഷ്യന്മാർ ഒഴിഞ്ഞു കൊടുക്കുമോ? ഉസ്താദിനെ കൈപിടിക്കാതെ നിങ്ങൾ പിടിച്ചോളി എന്ന് പറഞ്ഞ് നമ്മൾ മാറിക്കൊടുക്കുമോ? എല്ലാ അമ്പിയാക്കന്മാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന നേതാവിന്റെ കീഴിലാണ്. ഈ അമ്പിയാക്കന്മാരെല്ലാം വളഞ്ഞു നിൽക്കുമ്പോൾ പാവങ്ങളായി ഉമ്മത്തിന് വരാനുള്ള വഴി എന്താണ്? അത് നമ്മുടെ ഒരു പ്രിയക്കാരനാണ്, ഇങ്ങ് പോന്നോട്ടെ എന്ന മഹബ്ബത്തിന്റെ ചാനലാണ് നിങ്ങൾക്കുള്ള ചാനൽ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞത്, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ അടുക്കൽ കൂടുതൽ നിസ്കാരവും നോമ്പും ഒന്നുമില്ല. നിസ്കാരം കൊണ്ട് എനിക്ക് തങ്ങളുടെ അടുത്തേക്ക് എത്താൻ കഴിയുമെന്ന് തോന്നണില്ല. നോമ്പ് കൊണ്ട് തങ്ങളുടെ അടുത്തേക്ക് എത്താൻ പറ്റുമെന്ന് തോന്നണില്ല. സക്കാത്ത് കൊണ്ട് അവിടുത്തേക്ക് എത്താൻ പറ്റുമെന്ന് തോന്നണില്ല. എന്താപ്പം ഞാൻ ചെയ്യാ? നിങ്ങൾക്കുള്ളൊരു വഴിയാണ് മഹബ്ബത്ത്. അൽ മർഉ മഅ മൻ അഹബ്ബ. ഈ മഹബ്ബത്തിനെ കേവലം ഒരു ഭൗതികമായ മഹബ്ബത്തായിട്ടല്ല വായിക്കേണ്ടത്. നമ്മൾ ഇതിനെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വഅലിഹി വസ്ഹബിഹി വസല്ലമ തങ്ങൾ അവിടുത്തെ കാലത്ത് ജീവിച്ചിരുന്ന ഒരാൾ, തമാശക്കാരനായ ഒരു സ്വഹാബി മദ്യപിച്ചു പോയി. ഹദ്ദ് നടപ്പിലാക്കുമ്പോൾ ചില ആള് മോശം പറഞ്ഞു, ഇയാൾ എന്ത് പണിയെ കാണിക്കണതെന്ന് കുറ്റം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിയമം നിങ്ങൾ എടുത്തോളി, അതെന്റെ ഇഷ്ടക്കാരനാണ്, എന്നെ ഇഷ്ടം വെക്കുന്ന ആളാ, അത് കുറ്റം പറയാൻ പാടില്ല. നിയമം ചിലപ്പോൾ നടപ്പിലാക്കേണ്ടി വരും, ഇവിടെ കോടതി ഉള്ളതുകൊണ്ട്, അതെന്റെ ഇഷ്ടക്കാരനാണ്, അതെന്റെ ഇഷ്ടക്കാരനാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. റഹ്മത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലിൽ ഉസാത്തി വൽ മുദ്നിബീൻ എന്നൊരു അധ്യായം ഇബ്രാഹിമുല്ല ഖാത്തിറുൽ അസാമി അർ-റഹ്മത്തുൽ മുഹ്ദ എന്ന കിതാബിൽ എഴുതിയിട്ടുണ്ട്. അതിലിതിങ്ങനെ കാണാം, അതിമനോഹരമായി അധ്യായം. അപ്പൊ തെറ്റു ചെയ്ത ആളുകൾക്കും ഒരു പ്രതീക്ഷയുടെ വഴി എന്താണ്? എനിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മഹബ്ബത്തുണ്ടെങ്കിൽ അതുവഴി കഴിച്ചിലാവാം. അപ്പൊ നമുക്കാകൊരു പ്രതീക്ഷയുടെ വഴി പൊന്നു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹബ്ബത്ത് വെക്കുക എന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് നീ നിയമങ്ങളും അഖീദയും ഖവാനീനുകളും എല്ലാം പറയുമ്പോഴും എപ്പോഴും പറയണത്, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി. ഈ മഹബ്ബത്തേ ഉള്ളൂ ഏറ്റവും വലിയ പിടിവള്ളി. ആ മഹബ്ബത്തിനെ കരുതി വെക്കാനുള്ള പൂതിയിലാണ് നമ്മള്. ആദരണീയരായ താജുശ്ശരിയ ഉസ്താദ് അവർകൾ ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു ചെന്നത് വാഗ്വാദത്തിലൂടെയല്ല, സംവാദത്തിലൂടെയല്ല, കുറെ നിയമങ്ങളും തത്വങ്ങളും പ്രഖ്യാപിച്ച സ്റ്റേറ്റ്മെന്റുകളിലൂടെയല്ല. അവിടുന്ന് തുറഞ്ഞു വച്ച ഒരു നബവി മഹബ്ബത്തിന്റെ പ്രകാശനമുള്ള ജീവിതമാണ് ഉസ്താദ് അവർകളെ ഒരു സുസ്മേരവദനരായ തികഞ്ഞ ഒരു പ്രകാശമായി ലക്ഷക്കണക്കിന് ആളുകളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചു കൊടുത്തത്. ആ മഹബ്ബത്തിന്റെ മഹാലോകമാണ്. കഴിഞ്ഞ ദിവസം ബറേലി ഷരീഫിൽ അഹമ്മദ് റിളാ ഖാൻ തങ്ങളുടെ ഉറൂസിന് പോയപ്പോ, അജ്മീറിൽ ഉറൂസിന് ഒരുപാട് ആള് വരും. കാരണം എന്താ? അവിടുത്തെ കറാമത്ത് കൊണ്ട് ഒരുപാട് സാധാരണക്കാർക്ക് രോഗം മാറി, വിഷമം മാറി, അങ്ങനെ എല്ലാവർക്കും പ്രകടമായ കുറെ കറാമത്തുകൾ കിട്ടിയ മകനാണ്. അങ്ങനെയൊന്നുമില്ലാത്ത ഒരു വ്യക്തിയുടെ പേരിൽ കോടിക്കണക്കിന് ആളുകൾ അനുഗമിക്കുകയും 108ാമത്തെ ഉറൂസിനും ലക്ഷക്കണക്കിന് ആളുകൾ എത്തുകയും ചെയ്തത് ലോകത്ത് തന്നെ ഒരു അപൂർവമായ സംഭവമായിരിക്കും അഹമ്മദ് റിളാ ഖാൻ തങ്ങളുടെ. കുറെ സാധാരണക്കാർക്ക് കറാമത്ത് കൊണ്ട് രോഗം മാറിയതല്ല പറയാനുള്ളത്, അത് പറഞ്ഞിട്ടല്ല അവിടെ വരിക. ജീവിതകാലത്ത് അങ്ങനെ സാധാരണക്കാർ വന്ന് മന്ത്രിച്ചിട്ട് കറാമത്തുകൾ കൊണ്ട് വിഷമങ്ങൾ മാറി കിട്ടിയവരല്ല അവിടെ വരുന്നത്. അവിടെ വരണ എല്ലാവരും ദീവാനെ മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്തിൽ ലയിച്ച് ജീവിച്ച് ആ മഹബ്ബത്തിനെ ഇങ്ങനെ പ്രസരിപ്പിച്ചു ലോകത്തേക്ക് മൊത്തം. അഹമ്മദ് റിളാ ഖാൻ തങ്ങളുടെ വിലാസം അതാ. അങ്ങനെ ഒരു വിലാസത്തിൽ ഒരു ഉറൂസിന് ഇത്രയും ആള് കൂടണത് വളരെ വളരെ വേറെ തന്നെ ലോകത്തുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. അപ്പൊ നമ്മൾ നോക്കൂ, നമ്മുടെ നാട്ടിൽ തന്നെ മക്കാമുകളിൽ കൂടുതൽ ആളുകൾ വരുന്നത് മമ്പറത്ത് വരും. എന്താ? സാധാരണക്കാർക്കും അല്ലാത്തവർക്കും വ്യത്യാസമില്ലാതെ രോഗം മാറി, വിഷമം മാറി, നേർച്ചയാക്കിയിട്ട് കുറെ ഗുണങ്ങൾ കിട്ടി. മടവൂർ ഉപ്പാപ്പ ബഹുമാനപ്പെട്ടവരുടെ അടുക്കൽ CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ ഹദറത്തിൽ വരും. സാധാരണക്കാർക്കൊക്കെ കുറെ കറാമാത്തുകൾ കൊണ്ട് രോഗം മാറി, വിഷമം മാറി. അതേ സമയത്ത് ഇൽമിന്റെ വിലാസമുള്ള ആളുകളുടെ അടുക്കൽ സാധാരണക്കാരങ്ങനെ എത്തൂല, ആലിമീങ്ങൾ പോകും. അത് തന്നെയും അത്ര വലിയ ജനക്കൂട്ടം ഉള്ള ഒരു പണ്ഡിതന്റെ ഉറൂസ് കേരളത്തിൽ എവിടെങ്കിലും നടക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. സാധാരണക്കാരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് ഇങ്ങനെയുള്ള കറാമാത്തുകളും ബറക്കാത്തുകളും തബറുക്കാത്തുകളുമുള്ള ആളുകളുടെ അടുത്താണ് എത്തുക. ബഹുമാനപ്പെട്ടവരുടെ അടുക്കൽ എന്തിനായി ആളുകൾ എത്തുന്നത്? ഇത്രയും ലക്ഷം, വേറൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത് ആ ശരീരത്തിൽ, ആ ജീവിതത്തിൽ, ആ ശബ്ദത്തിൽ മുഴുവനും അങ്ങ് ലയിച്ചപ്പോൾ കോടിക്കണക്കിന് ആളുകളുടെ കൽബിന്റെ ഉള്ളിൽ ഒരു പ്രതീക്ഷ കൊടുത്തു. നിങ്ങളുടെ കയ്യിൽ എന്ത് നഷ്ടപ്പെട്ടാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത് നഷ്ടപ്പെടല്ലേ. ഖുദാ കീ റസാ चाहते हैं दो आलम, खुदा चाहता है रज़ाए മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ പ്രീതിയല്ലേ ലോകത്തിന് മുഴുവനും വേണ്ടത്. എന്നാൽ അല്ലാഹുവിന്റെ ഡിമാൻഡ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രീതിയാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടം കരസ്ഥമാക്കിക്കോ മോനെ, എന്ത് നഷ്ടപ്പെട്ടാലും അത് നഷ്ടപ്പെടല്ലേ എന്ന് ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് റിളാ ഖാൻ തങ്ങൾ പഠിപ്പിച്ചപ്പോ ആ ഒരു മഹബ്ബത്തിന്റെ പേരിൽ മാത്രമാണ് ബഹുമാനപ്പെട്ടവരെ കോടിക്കണക്കിന് ജനങ്ങൾ ഓർക്കുകയും എല്ലാ ദിവസവും ആ കവിത ചൊല്ലുകയും ചെയ്യുന്നത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പ്രപഞ്ചത്തിന് മുഴുവനും ഉള്ള മദ്ഹറുൽ അത്തമ്മാണ്. ആ ഹെഡിങ് മാത്രമേ ഞാൻ ഇന്ന് പറഞ്ഞുള്ളൂ. അങ്ങനെയാകുമ്പോൾ അത്തമ്മായ ഏറ്റവും ടോപ്പിലുള്ള ഒരാളുടെ അടുക്കലേക്ക് നിയമപരമായി നമുക്ക് എത്താൻ ഒരു വഴിയും കാണുന്നില്ല. അതുകൊണ്ടല്ലേ ചിലപ്പോ പാർട്ടി ലെവലിൽ പോയാൽ ഒന്നും നടക്കൂല, നിയമം കൊണ്ടുപോയാൽ ഒന്നും നടക്കൂല. പക്ഷേ ജസ്റ്റിസിന്റെ വീട്ടിലെ ഖാദിമിന്റെ അടുക്ക പോയാൽ ചിലപ്പോൾ എളുപ്പം നടന്നു കിട്ടും. അങ്ങനെ ഉണ്ടല്ലോ. അതിന് ഗൾഫിലൊക്കെ സുലൈമാനി ഓപ്പറേറ്റർ എന്നാ പറയാ. ബഹ്റൈനിലും അങ്ങനെ ആയിക്കൂലേ. വലിയ വലിയ ആളുകളെ കാണാൻ ചിലപ്പോ പ്രോട്ടോകോൾ വെച്ചിട്ടൊന്നും കഴിയൂല. മക്കത്ത് വലിയൊരു ആലിമും ഒരു നേതാവും ഉണ്ടായിരുന്നു. ഓരെ കാണണമെങ്കിൽ പ്രോട്ടോകോൾ വെച്ചിട്ടൊന്നും കഴിയൂല. മൂപ്പരെ ളുഹായിക്കും തഹജ്ജുദിനും ഒക്കെ വിളിക്കാനും അന്നേരം വെള്ളം എടുത്ത് കൊടുക്കുന്ന ഒരു ഖാദിമുണ്ടായിരുന്നു കോഴിക്കോട്. മൂപ്പരോട് നിങ്ങളെ ബോസിനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞാല് മൂപ്പരെന്ത് പറയും? എന്നാ പിന്നെ നിങ്ങൾ ഇശായിക്ക് വന്നോളി എന്ന് പറയും. മൂപ്പര് നേരാണ്ട് കയറി ചെല്ലും. പിന്നെ പെർമിഷൻ ഒന്നും വേണ്ടല്ലോ. വാതിൽ തുറന്ന് അസ്സലാമു അലൈക്കും, ഇതിന്റെ നാട്ടുകാരനാന്ന് പറഞ്ഞാൽ ഓക്കെ. അങ്ങനെയാണ്. അതുകൊണ്ടാണ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അന ഖുവൈദിമുക ഉനൈസ്, എനിക്ക് തങ്ങളുടെ അടുക്കൽ വരാൻ ഒരു വഴിയും കാണുന്നില്ല. നാളെ പരലോകത്ത് വെച്ച് ഞാൻ പറയാൻ പോണത് ഞാൻ അവിടുത്തെ കൊച്ചു സേവകനായ കുഞ്ഞനസാണ് എന്ന് പറഞ്ഞു വരും. നബിയെ, എന്റെ അടുത്തത് വേറൊന്നുമില്ല. അനസ് റളിയല്ലാഹു അൻഹുവിന് പറയാനുള്ളത് അതാണ്. അന ഖുവൈദിമുക ഉനൈസ്, ഞാൻ തങ്ങൾക്ക് പണ്ട് വെള്ളം എടുത്തെന്ന കുഞ്ഞനസാണ്. എന്നാ മോനെ ഇങ്ങോട്ട് പോരീന്ന് പറയല്ലോ. അതാണ് എൻ്റെ പ്രതീക്ഷ.
അതുകൊണ്ട് മുഅ്മിനീങ്ങൾ, മുഹിബ്ബീങ്ങൾ, ആലിമീങ്ങൾ, ഈ സദസ്സിലുള്ള ബഹുമാന്യരെ, നമുക്ക് രക്ഷപ്പെടാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ. പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഖൽബിന്റെ ഉള്ളിൽ നിന്ന് സ്നേഹിച്ച് അവിടുത്തെ സുന്നത്തുകളെ മഹബത്ത് വെച്ച് ബഹുമാന്യരായ താജുശ്ശരിയ ഉസ്താദ് താലോലിച്ച് കൊണ്ടു നടന്നതുപോലെ ആ പേര് പറയുമ്പോൾ ഒരു ബഹുമാനം വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പറയുമ്പോൾ ബഹുമാനം വേണം. അവിടുത്തെ പേര് കേൾക്കുമ്പോൾ ഖൽബിൽ എന്തൊന്നില്ലാത്തൊരു മഹബത്തും ഇക്റാമും വേണം. അവിടുത്തെ കുറിച്ച് പറയുന്ന മജ്ലിസിൽ സന്തോഷം വേണം. അവിടുത്തേക്ക് സന്തോഷം കിട്ടുന്ന അമലാണ് ചെയ്യുന്നത് എന്ന അർത്ഥത്തിൽ അവിടുന്ന് പ്രിയപ്പെട്ട കാര്യങ്ങളാകുന്ന തഅല്ലുമ് തഅലീമിലേക്ക് വരണം. മുഅല്ലിമീങ്ങൾക്ക് ശമ്പളം കുറവാണ്, എല്ലാവരും പരാതി പറയുന്നു. ആരും പരാതി പറയേണ്ടതില്ല. എന്താണ് കാരണം? മുഅല്ലിമീങ്ങളായ നമ്മൾ നമ്മുടെ ആരോഗ്യം കൊണ്ട് വേറെ പണിയെടുത്താൽ പൈസ കിട്ടും. ആ പണി ഒഴിവാക്കിയിട്ട് അള്ളാഹുവിനും റസൂലിനും പ്രിയപ്പെട്ട ഒരു കാര്യം ചെയ്യുമ്പോൾ ഇവിടെ ചെറിയ വീടേ ഉണ്ടാവുള്ളൂ, ഇവിടെ കുറച്ച് പൈസയെ കിട്ടുള്ളൂ. ഇതിന് പകരം പരലോകത്ത് വലിയ വീട് കിട്ടും, അള്ളാഹുവിൻ്റെ പ്രീതി കിട്ടും എന്ന നിലക്ക് സുഖങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് നാളത്തെ സുഖത്തെ തെരഞ്ഞെടുത്തവരായ പണ്ഡിതന്മാർക്ക് ശമ്പളത്തിന്റെ പരിഭവമുണ്ടായിരുന്നില്ല. ഒന്നുകിൽ അങ്ങനെയാവണം. ഇവിടുത്തെ സുഖം നമ്മൾ വേണ്ടാന്ന് വെച്ചതാണ് നാളത്തെ സുഖത്തിനു വേണ്ടി. അതായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈത്തപ്പന മട്ടലിന്റെ കട്ടിലിൽ കിടന്നത് പൊന്നിന്റെ കട്ടില് വാങ്ങാൻ പറ്റായിട്ടല്ല. പൊന്നിന്റെ കട്ടില് വേണോ എന്ന് ചോദിച്ചപ്പോൾ വേണ്ട എന്ന് പറഞ്ഞ് മാറ്റിവെച്ചത് ഇവിടത്തെ പൊന്നുകട്ടിൽ കിടന്ന നാളെ പൊന്നും കൊട്ടാരം നഷ്ടപ്പെടുമോ എന്നുള്ള പേടി കൊണ്ടായിരുന്നു. അല്ലെങ്കിൽ എനിക്ക് വിശ്രമിക്കാൻ നാളത്തെ സ്വർഗം മതി എന്ന് വിചാരിച്ചത് കൊണ്ടായിരുന്നു. അപ്പോൾ ഒന്നുകിൽ ഇൽമിന്റെ മേഖലയിൽ സേവനം ചെയ്യുന്നവർ, എൻ്റെ കൂട്ടുകാര് ഗൾഫിൽ പോയി കൊണ്ടുവരുന്ന സമ്പത്ത് പോലെ എനിക്ക് സമ്പത്തുണ്ടാവൂല, എനിക്കങ്ങനത്തെ വാഹനം വേണ്ട, എനിക്കങ്ങനത്തെ വീട് വേണ്ട, ഞാൻ ഖനാഅത്ത് കൊണ്ട് തൃപ്തിപ്പെട്ടുകൊണ്ട് അതിന് പകരം നാളെ അവരെ വെല്ലുന്നത് കിട്ടുമെന്ന് ആഗ്രഹത്തിലാണെങ്കിൽ വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ. നമ്മൾ മുൻഗാമികളുടെ ജോലി എന്ന് പറഞ്ഞ് ജോലി ചെയ്യുകയും അവരുടെ നീയത്ത് നമ്മളിൽ നിന്ന് നഷ്ടമാവുകയും ചെയ്തപ്പോഴാണ് നമുക്ക് പരാതികൾ ഉണ്ടായത്, നമുക്ക് പരിഭവങ്ങൾ ഉണ്ടായത്. ഇപ്പൊ വിഷയം അതല്ലാത്തത് കൊണ്ട് ഞാൻ പോണില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഅല്ലിമായി നിയോഗിക്കപ്പെട്ടപ്പോൾ കൊട്ടാരം വേണോന്ന് ചോദിച്ചപ്പോൾ വറാവദത്തുൽ ജിബാലു ശുമ്മു മിൻ ദഹബി അൻ നഫ്സിഹി ഫഅറാഹാ അയ്യമാ ശമമി ഫഅക്കദതു സുഹദഹു ഫീഹാ ളറൂറതുഹു ഇന്നൽ ളറൂറത ലാ തഅദു അലൽ ഇസ്മി. ഓഹ്, എന്ത് വരിയാണത്! ഇന്നൽ ളറൂറത ലാ തഅദു അലൽ ഇസ്മി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആവശ്യമുണ്ടായപ്പോഴും പരിത്യാഗം തെരഞ്ഞെടുത്തു. കാരണം ഞാൻ ഇവിടെയൊന്നും ജീവിക്കാൻ വന്നതല്ലെന്ന തീരുമാനം. അല്ലാഹു തആല നമ്മുടെ എല്ലാവരുടെയും ഖൽബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചേർത്തു തരട്ടെ. അവസാനം ബഹുമാനപ്പെട്ട പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ താജുശ്ശരിയ ഉസ്താദ് പലതവണ കണ്ടതുപോലെ കാണാൻ, അവിടുത്തെ ഏറ്റവും മുനവ്വറായ സന്തോഷത്തോടെയുള്ള കാഴ്ച കാണാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റഹ്മാനെ. അവിടുത്തെ അക്മലായ ഔസാഫുകളോടുകൂടി ശമായിലിൽ ഞങ്ങൾ വായിച്ചതിനേക്കാൾ മുനവ്വറായ, ഇന്ന് രാവിലെയും ഞങ്ങൾ ശമായിലുൽ വായിച്ചപ്പോൾ അവിടുത്തെ പല്ലുകൾക്കിടയിലൂടെ പ്രവഹിക്കുന്ന പ്രകാശമാണ് വസായിലുൽ ഉസൂൽ ഇലാ ശമായിലിർ റസൂൽ. ഇന്ന് രാവിലെ കുട്ടികൾക്ക് വായിച്ചു കൊടുക്കുമ്പോൾ എന്തായിരിക്കും ആ സൗന്ദര്യം!
അവിടുന്ന് ഒന്ന് ചിരിക്കുമ്പോൾ അതിന്റെ വെളിച്ചം ഭിത്തിയിൽ അടിക്കുമായിരുന്നു എന്ന് വസാഇലുൽ ഉസൂലിലുണ്ട്. അപ്പൊ എന്തായിരിക്കും ആ സൗന്ദര്യം, എന്തായിരിക്കും ആ പ്രകാശം? അള്ളാഹുവേ, ആ ശമാഇലുകൾ കണ്ടനുഭവിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങളും നാളെ ഈ ലോകത്തുനിന്ന് യാത്രയാകും. ആ യാത്ര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്തോഷത്തോടെയുള്ള സ്വീകരണത്തിലേക്കാണെങ്കിൽ അത് മരണമല്ല, അതൊരു ജീവിതത്തിലേക്കുള്ള പ്രവേശനമാണ്, അതൊരു ആനന്ദ ലോകത്തേക്കുള്ള യാത്രയാണ്. ഈ ഖബറു ശരീഫ് റൗളത്തും മിൻ റിയാദിൽ ജന്നയായി അള്ളാഹു നൽകട്ടെ. അങ്ങനെയെങ്കിൽ അവരാനന്ദിച്ചിങ്ങനെ കിടക്കായിരിക്കും. നമ്മൾ ഈ മുറ്റത്തിങ്ങനെ ഇരിക്കുമ്പോഴും അവർ സ്വർഗം കണ്ട് ആനന്ദിച്ച് കിടക്കുകയും നമ്മളെ നോക്കാനൊന്നും നേരം ഉണ്ടാവൂല. അത് ഔദാര്യം ഉണ്ടെങ്കിൽ ഉണ്ടാവും, മഹബത്തുണ്ടെങ്കിൽ ഉണ്ടാവും. ഞാൻ മദീനത്ത് ജീവിച്ചിരുന്ന വലിയൊരു പണ്ഡിതനെ, ബഹുമാനപ്പെട്ട ഇബ്രാഹിമുല്ലാ ഖാത്തിറുൽ അസാമിയെ മദീനത്ത് നിന്ന് പരിചയപ്പെട്ടപ്പോൾ ഞാൻ അദ്ദേഹത്തെ നാട്ടിലേക്ക് ക്ഷണിച്ചു. അദ്ദേഹം വരൂല എന്ന് പറഞ്ഞു. പിന്നെയും ഞാൻ ചോദിച്ചു, ഒന്ന് വരുമോ എന്ന് ചോദിച്ചു. ഞാൻ കുറെ ആണ്ട് വാശി പിടിച്ച് ചോദിച്ചപ്പോൾ എന്നോട് ചോദിച്ചു, മോനെ, നീ സ്വർഗത്തിലിരിക്കുമ്പോൾ ആരെങ്കിലും വന്ന് വിളിച്ചാൽ ഇറങ്ങിപ്പോവോ? ഞാൻ ഈ മദീനത്തിരിക്കുകയാണ്. ഈ മദീനത്ത് വന്ന് നിൽക്കണം എന്തിനാണെന്നറിയോ? ജന്നത്തുൽ ബഖീയിൽ കിടക്കാനാണ്. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് മക്കത്തേക്കല്ലാതെ വേറെ എവിടേക്കും പോകൂല. എനിക്കിവിടെ കിടക്കണം. ബഹുമാനപ്പെട്ടവര് മദീനത്ത് മറമാടപ്പെട്ടു. ത്വയ്ബ യൂണിവേഴ്സിറ്റിയിലെ ഹദീസിന്റെ ഹെഡായിരുന്നു അദ്ദേഹം. മുഹമ്മദ് മഹമൂദുൽ ഹജ്ജാർ തങ്ങൾ മസ്ജിദുൻ നബവിയിൽ ഒരുപാട് കാലമുണ്ടായിരുന്നു. ഈ കൂട്ടത്തിലുള്ളവരും മഹാനവറുകളെ കണ്ടിട്ടുണ്ടാകും. അല്ലിമൂനി കൈഫ ഹുജ്ജു എന്ന കിതാബ് എഴുതിയ, അല്ലിമീനിയ ഉമ്മി കൈഫ ഉസല്ലി എന്ന കിതാബ് എഴുതിയ, അൽ ഹുബ്ബുൽ ഖാലിദ് എന്ന ഗ്രന്ഥം എഴുതിയ, അതെല്ലാം ബഹുമാനപ്പെട്ടവര് തന്നെ എനിക്ക് തന്നതാണ്. ബഹുമാനപ്പെട്ടവര് അവിടുത്തെ അല്ലിമൂനി കൈഫ ഹുജ്ജു എന്ന കിതാബിൽ എഴുതി, എന്റെ ഭാര്യ ഭാഗ്യവതിയാണ്, അവർ ബഖീയിൽ കിടക്കുന്നുണ്ട്. ഞാനും ഇങ്ങനെ കാത്തിരിക്കുകയാണ് മസ്ജിദുൻ നബവിയിൽ, ബഖീയിൽ ഒന്ന് കിടക്കാൻ വേണ്ടിയാണ്. അങ്ങനെ ഈ ഗ്രന്ഥം വായിച്ചു, അദ്ദേഹത്തെ കണ്ട് 2 വർഷം കഴിഞ്ഞ് ഒരു റബീഉൽ അവ്വലിൽ യാത്ര ചെയ്യുമ്പോൾ ഫ്ലൈറ്റിൽ ഒരു അറബ് സഹോദരനോട് ഞാൻ മുഹമ്മദ് മഹമൂദുൽ ഹജ്ജാർ തങ്ങളെ കുറിച്ച് പറഞ്ഞു. അപ്പൊ എന്നോട് അദ്ദേഹം പറഞ്ഞു, മോനെ, ഒരു കഴിഞ്ഞ ആഴ്ച വഫാത്തായി പോയി, അവര് ബഖീയിൽ കിടക്കും. അങ്ങനെ മദീനത്ത് വന്ന് കാത്തിരുന്ന് ബഖീയിൽ കിടക്കുന്ന എത്രയാളുകൾ. ഇപ്പോൾ മദീനയിൽ ജീവിച്ചിരിക്കുന്ന മുഹമ്മദുൽ അർഫജ് എന്ന വലിയ പണ്ഡിതനുണ്ട്. രാവിലെ എഴുന്നേറ്റ് ഉഹദ് മലയെ ഇങ്ങനെ നോക്കും. എന്തിനാണെന്നറിയോ? മുത്തുനബിതങ്ങളെ കണ്ടിട്ട് കണ്ണടയ്ക്കാത്ത ഒരു സാന്നിധ്യമാണ് ഉഹദ് മല. മസ്ജിദുൻ നബവിയിൽ മുത്തുനബിതങ്ങൾ നിസ്കരിച്ച സ്ഥലത്ത് ടൈല് വന്നുപോയി, കാർപ്പറ്റ് വന്നുപോയി, പള്ളിയിൽ പെയിന്റ് വന്നുപോയി. ഉഹദ് മലയ്ക്കൊരു മാറ്റവും വന്നിട്ടില്ല. ഇന്നലെ ഞാൻ ഒരു കിതാബ് ഇങ്ങനെ വായിക്കുമ്പോൾ ഉഹദ് മലയുടെ മഹബത്ത് ഹഖീഖിയാണോ മജാസിയാണോ എന്നൊരു ചർച്ചയുണ്ട്. ഹഖീഖിയായ മഹബത്താണോ? ഉഹദ് ജബലു യുഹിബ്ബുനി എന്ന് പറഞ്ഞത് ഹഖീഖിയായ മഹബത്താണോ? അതെങ്ങനെ ജബലിനുണ്ടായി എന്ന ചോദ്യം. അതിനുള്ള മറുപടി ഹഖീഖിയായ മഹബത്ത് തന്നെയാണ് എന്ന് സ്ഥാപിച്ച പണ്ഡിതന്മാര് പറഞ്ഞത്, ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കയറിയപ്പോൾ അതിന് ശുഊറുണ്ടായി, അവിടുന്ന് ഒന്ന് അനങ്ങിയല്ലോ. രണ്ടാമത്തേതെന്താണ്? യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, പ്രപഞ്ചം മുഴുവനും തസ്ബീഹ് ചൊല്ലുമല്ലോ. ആ തസ്ബീഹിനെ ഖുർആൻ പറഞ്ഞത് തസ്ബീഹ് എന്ന് തന്നെയല്ലേ? അത് ഹഖീഖിയായ തസ്ബീഹ് അല്ലേ? അങ്ങനെയുള്ള ഈ മലക്കെന്തുകൊണ്ട് ഹഖീഖിയായ മഹബത്ത് വെച്ചുകൂടാ? ആ ഉഹദ് മല മദീനയിലുണ്ട്. മുഹമ്മദുൽ അർഫജ് തങ്ങൾ രാവിലെ ഉഹദ് മലയെ ഇങ്ങനെ നോക്കും. മുത്തുനബി തങ്ങളെ കാണുന്നതിന് പകരം കണ്ട മലപ്പർവ്വതത്തെ ഇങ്ങനെ നോക്കി നിൽക്കും. ചിലപ്പോൾ കവിതകൾ ഉണ്ടാക്കി ചൊല്ലും, ചിലപ്പോൾ ചൊല്ലിയ കവിതകൾ ആവർത്തിക്കും. എന്നത്തെയും പണിയാണിത്. അങ്ങനെ ഞാൻ ഒരിക്കൽ അദ്ദേഹത്തെ നാട്ടിലേക്ക് വിളിച്ചു. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദ്ഹ് പറയുന്ന മജ്ലിസായതുകൊണ്ട് വന്നു. വന്നപ്പോൾ കയ്യിലുണ്ടായിരുന്ന കാരക്കയുടെ കുരുകൾ മുഴുവനും അദ്ദേഹം തന്നെ തിരിച്ചു കൊണ്ടുപോയി. മദീനത്തുനിന്ന് കൊണ്ടുവന്നത് ഇവിടെ ഇടാൻ എനിക്ക് മനസ്സ് വരണില്ല. ഞങ്ങൾക്ക് കാരക്ക തന്നു. ഞങ്ങൾ കഴിച്ചിട്ട് സാധാരണ പോലെ മേശപ്പുറത്തതിൻ്റെ കുരു വെച്ചപ്പോൾ അതെല്ലാം പെറുക്കിയെടുത്ത് പൊതിഞ്ഞു.
എനിക്ക് മനസ്സ് വരണില്ല ഈ മണ്ണിലിട്ടിട്ട് പോകാൻ. ഇത് ത്വയ്ബയിലെ മണ്ണിന്റെ അംശമാണല്ലോ, ഞാനെങ്ങനെ അത്ര ത്വാഹിറല്ലാത്ത ഒരു മണ്ണിൽ ഇതിട്ടേച്ചു പോകും? മുഹിബ്ബീങ്ങൾക്ക് അങ്ങനെയൊക്കെയാണ്. ഇങ്ങനെ പറഞ്ഞാൽ ഓരോരുത്തരും ഓരോ രീതിയിൽ മഹബ്ബത്ത് അനുഭവിച്ചവരാണ്. അള്ളാഹുവേ, ഞങ്ങളുടെ കൽബിൽ മഹബ്ബത്ത് വർദ്ധിപ്പിച്ചു തരണേ അള്ളാഹ്. ആ തിരു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരുപാട് തവണയൊന്ന് കണ്ട് അവിടുത്തെ അത്തമ്മായ അക്മലായ ഔസാഫുകളോടെ ഒന്ന് പ്രാപിച്ച് അവസാനം മദീനയിലെത്തി അവിടുത്തെ സന്നിധാനത്തിൽ ഒരു സലാം പറഞ്ഞ് അവിടുന്ന് സലാം മടക്കുന്നതൊന്ന് കേൾക്കാൻ ഞങ്ങൾക്ക് അർഹതയില്ലെങ്കിലും ഒന്ന് കേൾപ്പിച്ചു തന്ന് വമൗതൻ സുമ്മ ദഫനം ബിൽ ബഖീഇ ഞങ്ങൾക്കൊരവസരം നൽകണം റഹ്മാനെ. അല്ലാഹുവേ, ബഹുമാന്യരായ താജുശ്ശരീഅ ഉസ്താദിന്റെ സന്നിധാനത്തിൽ ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അവിടുത്തേക്ക് സന്തോഷമുണ്ടാകുമെന്ന് കരുതിയിട്ട് ഞങ്ങൾ ചൊല്ലിയതാണ്. അവിടുന്ന് ഖബർ ഷരീഫിന്റെ ഉള്ളിൽ മദീനയിലേക്ക് തുറന്ന ഒരു കവാടത്തിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടുകൊണ്ട് കിടക്കുകയാണെങ്കിൽ ഞങ്ങളെ നോക്കാനൊന്നും നേരണ്ടാവൂല. പക്ഷേ അവിടുത്തേക്ക് വലിയ വാത്സല്യമുള്ളവരാണ്. മുത്തഅല്ലിമീങ്ങളോട്, ഇഷ്ടക്കാരോട്. നാളെ അവിടുത്തോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാന്നിധ്യത്തിൽ ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാര്, ഭാര്യ, മക്കൾ, സ്നേഹജനങ്ങൾ, ശിഷ്യഗണങ്ങളെയും ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. ഞങ്ങൾക്കെല്ലാവർക്കും ഖാത്തിമത്തു സആദ നൽകണേ റഹ്മാനെ. ഞങ്ങൾ പറഞ്ഞതിൽ എവിടെങ്കിലും ഒരു പ്രയോഗത്തിലോ വാക്കിലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനമഹത്വത്തിന് പറ്റാത്തത് എന്തെങ്കിലും വന്നുപോയെങ്കിൽ പുറത്തു തരണം റഹ്മാനെ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم حبب إلينا نبينا وحبيبنا محمدا صلى الله عليه وسلم من أموالنا وأولادنا ومن الماء البارد على الظمأ يا رب العالمين. اللهم صل وسلم وبارك عليه. എല്ലാവരും ദുആ ചെയ്യണം. والسلام عليكم ورحمة الله وبركاته.